നമസ്കാരം. മിഷൻ 60 14-ാം ദിവസത്തേക്ക് കടന്നിരിക്കുകയാണ്. പ്രേക്ഷകർക്കറിയാം, രാഹുൽ മാങ്കൂട്ടത്തലിന് നീതി ലഭിക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ITV ന്യൂസ് 14 ദിവസങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് മിഷൻ 60. ഈ 60 ദിവസത്തിനുള്ളിൽ നമുക്കറിയാമായിരുന്നു ഉടനെയൊന്നും ഈ കോൺഗ്രസ് നേതൃത്വം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കില്ല എന്ന് അറിയാവുന്നതുകൊണ്ട്, ഇവരുടെ ഒരു സൈക്കോളജി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് നമ്മൾ അത്രത്തോളം ഒരു ദിവസം, ഒരു 60 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനായിട്ട് തന്നെ തുടക്കം കുറിച്ചത്. ഏതാണ്ട് അത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു. ഇവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഉടനെയൊന്നും ഈ ഒരു കാര്യത്തിൽ നടപടി ഉണ്ടാവില്ല എന്ന് നമ്മൾ കരുതിയതുപോലെ തന്നെ ഏതാണ്ട് അതേ ഒരു ലൈനിലാണ് ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്. ഈ 14 ദിവസങ്ങൾ നമ്മളൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ കാണാം, തുടക്കത്തിൽ വളരെ മല പോലെ വന്നത് ഒടുവിൽ എലി പോലെയായി. എക്സ്ക്ലൂസീവ് എന്നും പറഞ്ഞ് 24 മണിക്കൂറും ആരോപണങ്ങൾ പടച്ചുവിട്ട മൊട്ട അരുണും മരമുറി ചാനലും ഒന്നും ഇപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതേറ്റുപിടിച്ച 24 ചാനൽ, മറ്റ് ഇടതുപക്ഷ ചാനലുകൾ, മറ്റ് സിൻഡിക്കേറ്റ് മാധ്യമങ്ങളെല്ലാം ഇതിൻ്റെ പിന്നാലെ നിന്ന ഏഷ്യാനെറ്റ് അടക്കമുള്ള മാധ്യമങ്ങൾ രാഹുലിൻ്റെ രക്തത്തിനായി മുറവിളി കൂട്ടി. എന്നാൽ ദിവസങ്ങൾ ചെല്ലുന്തോറും ഇവന്മാർക്ക് അപകടം മനസ്സിലായി. ഇത് വെറും ഒരു ഉള്ളി പൊളിക്കുന്ന പോലെ ഒരു കേസായിരുന്നു, ഇതിനകത്തൊന്നുമില്ല. നാളിതുവരെയായിട്ടും 14 ദിവസമായിട്ടും പരാതിക്കാരില്ല, പരാതിക്കാരുടെ രേഖാമൂലമുള്ള പരാതികളില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പരാതി കൊടുത്തു എന്ന് പറഞ്ഞ് 10ഓളം പേരുടെ ഇങ്ങനെ കേട്ടു എന്ന് പറഞ്ഞ് ഊഹാപോഹങ്ങൾ കേട്ടു, ശരിയാണോ എന്ന് അന്വേഷിക്കണമെന്ന് പറഞ്ഞ കുറച്ചു പേരുടെ പരാതിയിന്മേൽ ഗത്യന്തരമില്ലാതെ പോലീസ് കേസ്, ഒരു FIR, ഒരു ബെയിലബിൾ ഒഫൻസ് ഒക്കെ ഇട്ട് പൂവാലന്മാർക്കൊക്കെ എതിരെ ഇടുന്ന കുറേ വകുപ്പുകളിട്ട് ഒരു കേസ് തട്ടിക്കൂട്ടി ഈ രജിസ്റ്റർ ചെയ്തു, പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നു. പക്ഷേ ഇത് പാളിപ്പോയി, ഇത് അബദ്ധമായിരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടും തിരുത്താൻ തയ്യാറാത്ത ഒരേ ഒരാളേ ഉള്ളൂ, വി.ഡി. സതീശൻ. വി.ഡി. സതീശൻ കഴിഞ്ഞ ദിവസവും വന്ന് എല്ലാം പാളിപ്പോയി, താൻ ഒരുക്കിയ തൻ്റെ ജട്ടി വിപ്ലവം, പിണറായി സർക്കാരിന് മൂന്നാമതും വരുവാനുമുള്ള ആ കാർപ്പറ്റ് വിരിച്ച ആ പദ്ധതി, അതിൻ്റെ ഉദ്ഘാടന പദ്ധതി എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന രാഹുൽ മാങ്കൂട്ടത്തെ ലക്ഷ്യം വെച്ച് ആ യുവനിരയെ വെട്ടി വീഴ്ത്തുക എന്ന ലക്ഷ്യത്തോടെ ഇദ്ദേഹം ആരംഭിച്ച ആ പദ്ധതി 8 നിലയിൽ പൊട്ടി പാളി എന്ന് മനസ്സിലായിട്ടും യാതൊരു ഉളുപ്പും ഇല്ലാതെ വന്നതെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരെ കാണുകയുണ്ടായി. ഈ ഞായറാഴ്ച അന്നും പറഞ്ഞത്, ആ വിഷ്വല് നിങ്ങളെല്ലാവരും കണ്ടതാ, നിലപാട് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നിലപാട്, സതീശന്റെ നിലപാട് കേട്ട പാർട്ടി പ്രവർത്തകർ നിലപാട് കേട്ടില്ല. അതിന് മുമ്പ് തന്നെ, ഈ നിലപാട് പറയുന്നതിന് മുമ്പ് തന്നെ അതിനു വേണ്ടിയിട്ട് പൊങ്കാലിടാനായിട്ട് സ്വന്തം പാർട്ടിക്കാരും നാട്ടുകാരും എല്ലാം കൂടെ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. അതിന്റെ കാരണം എന്താ? ഇപ്പം പൊങ്കാലിട്ട് തുടങ്ങിയെന്ന് പറഞ്ഞു. അത് കേട്ട എല്ലാവർക്കും സതീശൻ്റെ ആ നിലപാട് കേട്ട അന്ന് പോലെ ഇപ്പം ലോകമെമ്പാടുമുള്ള മലയാളികൾ 85 ഒക്കെ വയസ്സായ അമ്മച്ചിമാർ വരെ വിളിക്കുന്നത് നമ്മൾ ITV ന്യൂസിലൂടെ നിങ്ങൾ കേട്ട് കാണും. കാരണം അവർ പോലും, അത് തളർന്നു കിടക്കുന്ന രോഗികൾ വരെ കുറ്റിച്ചൂലുമായിട്ട് ഇറങ്ങി ഇവരെ അടിക്കാനായിട്ട് ഇറങ്ങുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായതിൻ്റെ കാരണം അത്രത്തോളം അത് എന്താ പറയുന്നത്, അവർക്കിത് കേൾക്കുമ്പോഴത്തേക്കും സഹിക്കാൻ പറ്റുന്നില്ല. കാരണം നിലപാട്, സതീശൻ എന്താ പറഞ്ഞത്, എൻ്റെ നിലപാട് ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടെന്ന്. എന്ത് ബോധ്യത്തിൽ? സതീശ, നിനക്ക് നാണമുണ്ടോ എന്ന് ചോദിച്ച് ജനങ്ങൾ വിളിക്കുവാൻ കാരണം ഇദ്ദേഹം പറയുന്ന ആ നിലപാടെന്ന് പറഞ്ഞാൽ ആ നിലപാടിന് വളരെ അർത്ഥവ്യാപ്തിയുള്ള ഒരു പദമാണ്. അതിൻ്റെ അർത്ഥം പോലും ഗ്രഹിക്കാതെ ഇദ്ദേഹം പറയുന്നു അതൊരു വലിയ ഉത്തമ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലെടുത്ത നിലപാടാണ്, ഞങ്ങൾ കളക്റ്റീവായിട്ട് മുതിർന്ന നേതാക്കന്മാരെടുത്ത ഒരു തീരുമാനമാണ്, അതുകൊണ്ട് തന്നെ അത് അടഞ്ഞ അധ്യായമാണ്, അത് തുറക്കുന്നില്ല എന്നാണ്. അപ്രകാരം ഒരു അടഞ്ഞ അധ്യായമാക്കുവാൻ എന്ത് തെറ്റാണ് രാഹുൽ ചെയ്തത് എന്നാണ് ജനങ്ങൾ ഇവന്മാരോട് ചോദിക്കുന്നത്. ഇവന്മാർക്ക് ഉത്തരമില്ല. പ്രതിപക്ഷം ആരോപണങ്ങൾ നിർത്തി, CPM മിണ്ടുന്നില്ല, BJP നേതാക്കൾ ഒരക്ഷരം ഉരിയാടുന്നില്ല, മറ്റാർക്കും പരാതിയില്ലാതിരിക്കെ സതീശൻ പറയുന്നു ഇതൊരു അടഞ്ഞ അധ്യായമാണ്, അത് ഞങ്ങൾ ഇനിയും തുറക്കുന്ന പ്രശ്നമില്ല, ഞങ്ങൾക്ക് ഒരു പരാതിക്കാരുണ്ടോ? ഇതുവരെ ഇവർ എന്തൊക്കെ ആരോപണങ്ങളാണ് നടത്തിയത്? ഒരൊറ്റ പരാതിക്കാർ ഇതുവരെ വന്നില്ല. പരാതിക്കാരുടെ, അതായത് ഒരു വിക്ടിമിൻ്റെ പരാതിയിന്മേൽ ഒരു FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. അതുപോലെ തന്നെ ഇവർ പറഞ്ഞ ആരോപണങ്ങൾക്ക് ഒരു ആരോപണങ്ങൾക്കും
അതിനെ സാധൂകരിക്കത്തക്ക രീതിയിലുള്ള ഒരു തെളിവുകളും ഇല്ലാതെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വെറും ഒരു കെട്ടുകേഴ്വിയുടെ തുടർന്ന് ഇദ്ദേഹം കേട്ട പാതെ കേൾക്കാത്ത പാതി ഇദ്ദേഹം ഒരു നടപടിയെടുത്തു. അത് വളരെ ശക്തമായ നടപടി. അദ്ദേഹത്തിന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി എടുത്തു മാറ്റി, പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം സസ്പെൻഡ് ചെയ്തു അടക്കമുള്ള വളരെ കടുത്ത ഒരു നടപടി സ്വീകരിച്ചിട്ട് അയാൾ പറയുകയാണ് യാതൊരു എളുപ്പമില്ലാതെ അത് ഞങ്ങളുടെ നിലപാടാണ് എന്ന്. ശരിക്കും ഇത് വളരെ പരിഹാസ്യമല്ല. എന്നാൽ ഇത് കേട്ട് സഹിക്ക വയ്യ ഞാൻ. കാരണം ഈ പാർട്ടിയെ അത്രത്തോളം പ്രതിരോധത്തിലാക്കി ഈ സതീശൻ്റെ ഈ ഒരു നടപടി ആണ്. കാരണം ശരിക്കും പറഞ്ഞ പണ്ടാര് പറഞ്ഞു കേട്ട പോലെ ഇപ്പം ഈ കതിന നിറച്ച റിനിക്കും ഇത് കൊളുത്തിയ രാഹുലിനും പരാതിയില്ല. ഇതിന്റെ ഒച്ച കേട്ട സതീശനാണ് വിഷയം, സതീശനാണ് പ്രശ്നം. അതെ, അതുപോലെ തന്നെ സതീശന്റെ ഈ നിലപാടല്ല തേഞ്ഞ നിലപാട്, ഈ ഒരു തേഞ്ഞ നിലപാട് കൊണ്ട് പാർട്ടിക്ക് ഗുണം ചെയ്തോ അതോ ദോഷമാണോ ഉണ്ടായത് കൂടുതലും? ഇപ്പം നമുക്കതിൻ്റെ രണ്ട് വശം അനലൈസ് ചെയ്യാം. ഇതും കൊണ്ടുണ്ടായ പാർട്ടിക്ക് നേട്ടമാണോ കോട്ടമാണോ എന്ന് നമുക്ക് ഏവർക്കും അറിയാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും പടിവാതിക്കലേക്ക് നിൽക്കുന്നു. കേരള സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ഒരു 9.5 കൊല്ലമായി പിണറായി ഭരണത്തിൽ ശ്വാസം മുട്ടി ദിവസങ്ങൾ എണ്ണി കഴിയുന്ന ഒരവസ്ഥ. അന്നേരം ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടറിൻ്റെ എത്രത്തോളം മൂർധന്യാവസ്ഥയിലാണോ നിൽക്കുന്നത് അത്രത്തോളം പീക്കിൽ നിൽക്കുന്ന ഒരു സമയം. ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഏത് കുറ്റിച്ചൂലിനെ ഏത് മണ്ഡലത്തിൽ നിർത്തിയാലും അവന്മാർ വമ്പിച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാവുന്ന, ഇവന്മാർ കിടന്ന് ഒരു ശല്യം, ഇവന്മാർ ഒരു അവസരം കൽപ്പിക്കാതെ തമ്മിലടിക്കാതെ ഇവന്മാർ വീട്ടിൽ കിടന്ന് ഉറങ്ങിയിട്ട് ഏതെങ്കിലും ഒരു കുറ്റിച്ചൂലിനെ നിർത്തിയായിട്ട് പോയാൽ പോലും ഇവന്മാർക്ക് പാട്ടും പാടി ഒരു 100 സീറ്റ് സുഖമായിട്ട് ജയിക്കാവുന്ന ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായിരുന്നു. അന്നേരം അപ്രകാരം ഒരു അവസ്ഥയിൽ ഇവർക്ക് പറയാൻ ഒരു ഭരണനേട്ടങ്ങളില്ല. ഈ 9.5 കൊല്ലമായിട്ട് ജനങ്ങളെ പ്രത്യേകിച്ച് ഇവർ ബോധവൽക്കരിക്കേണ്ടതോ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതോ ക്യാമ്പയിൻ ചെയ്യേണ്ടതായ ഒരാവശ്യമില്ല, ഒരു പോസ്റ്റർ പോലും അടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നിൽക്കുന്ന അത്രയും ഒരു അനുയോജ്യമായ ഒരു സാഹചര്യം ഉണ്ടായിരിക്കെ ആ സമയത്താണ് ഇവൻ ഇമാതിരി ഒരു മണ്ടത്തരം കാണിച്ചത്. അതും ആരാണ്? രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ഒരു പൊതുജീവൻ, ഒരു ചത്ത് കടന്ന ഒരു കുതിര എന്ന ഒരു കോൺഗ്രസിന് ഒരു ഉണർവുണ്ടാക്കി, ഒരു പടക്കുതിരയാക്കി ഇവർ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിൽ വളരെ ശക്തമായ, ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം ചാനൽ ചർച്ചകളിലെ നിറസാന്നിധ്യം. സാധാരണ രാഷ്ട്രീയ ചർച്ച എന്ന് പറഞ്ഞാൽ ഏറ്റവും ബോറൻ പരിപാടി. സാധാരണ ആളുകൾ സീരിയലിലും മറ്റു പരിപാടികളിലേക്കും മറ്റ് സ്റ്റേജ് ഷോകളിലും കണ്ടുകൊണ്ടിരുന്ന സമയം ഇതിനെ ഒരു ആസ്വാദികരമാക്കിയ, സാധാരണ ജനങ്ങൾക്കും ഇതൊരു ഇൻട്രസ്റ്റിംഗ് വിഷയമാക്കി മാറ്റിയത് സത്യം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെയൊക്കെയുള്ള ആ ഒരു ചർച്ചകൾ എത്ര സിമ്പിളായി സരളമായി സാധാരണക്കാരനും ഡൈജസ്റ്റീവ് ആകുന്ന ഭാഷയിൽ വളരെ രസകരമായി കൊടുത്തും അത് പറഞ്ഞാൽ അത് പ്രതിയോഗികളെ ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്ന അത് കാണാൻ വേണ്ടി തന്നെ ഒരു നല്ലൊരു ഓഡിയൻസ് ഉണ്ടായിരുന്നു. അന്നേരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അണികൾക്ക് പോലും ഞാനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് പറയുവാനൊരു അഭിമാനം. പിന്നെ കാരണം അത്രയും ശക്തമായിട്ട് ഡിഫെൻഡ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു യുവ നേതാക്കളുള്ളപ്പോൾ ഒരു വലിയ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഈ പാർട്ടിക്കും ഈ സംസ്ഥാനത്തിനും ഉണ്ടാകുമെന്ന് ജനങ്ങൾ ശരിക്കും വിശ്വസിച്ചു. കാരണം അത്രത്തോളം കഴിവുറ്റ നല്ല യുവ നേതാക്കന്മാരുള്ള വേറൊരു പാർട്ടിയും ഇന്ത്യയിലുണ്ടോ എന്ന് സംശയം. കാരണം അത്രത്തോളം മികവുറ്റ ഒരു യങ് ഫ്ലീറ്റ് ഇവർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം. അതുപോലെ ഈ ഉപതെരഞ്ഞെടുപ്പുകളിലും കൃത്യമായിട്ടുള്ള ശക്തമായ, ഇപ്പം എന്താ പറയുന്നത്, ഒരു വളരെ ശക്തമായ ബോംബിംഗ് നടത്താൻ ശേഷിയുള്ള പ്രഹരശേഷിയുള്ള ഒരു യുദ്ധവിമാനങ്ങളെ പോലെ ഇവർ പറന്നുയർന്ന് ഇവരെ ശക്തമായ പ്രഹരം കൊടുത്ത് ആ ഉപതെരഞ്ഞെടുപ്പുകൾ പോലും വിജയിച്ച് കയറിയപ്പോൾ അതൊരു മെസ്സേജ് ആയിരുന്നു, അതൊരു ഇൻഡിക്കേറ്റർ ആയിരുന്നു. കാരണം ഇനിയും വരാൻ പോകുന്നത് ശരിക്കും ഒരു സൂചികയായിരുന്നു. ഇനിയും വരാൻ പോകുന്നത് ഒരു കോൺഗ്രസ് ഭരണമാണ്. ഇവിടെ ഒരു ആൻറ്റി ഇൻക്യുംബൻസി ഫാക്ടർ ഇവിടെ ഉണ്ട്. കേരളത്തിലെ ജനങ്ങൾ ഒരു ഭരണ മാറ്റം ആഗ്രഹിക്കുന്നു. അന്നേരം ആ ഒരു മാറ്റത്തിൻ്റെ ഒരു തുടക്കമെന്ന നിലയ്ക്കോണം ഇവർ ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. പിന്നീട് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു ടഫസ്റ്റ് ടെറൈൻ ആയിരുന്നു. കാരണം എന്തു സംഭവിക്കാം, ഒരു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മണ്ഡലത്തിൽ ഷാഫിയെ പല റീസണുകൾ കൊണ്ടും ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷാഫിയെ ഒതുക്കാൻ വേണ്ടി തന്നെയായിരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തെ വടകരയിലേക്ക് മാറ്റി ആ ഒരു പ്ലേസിലേക്ക് അവിടെ ഒരു ശക്തമായ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നു. അന്നേരം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനം, കാരണം ഇതിൻ്റെ ഒരു ഗതി നിർണ്ണയിക്കുന്ന ഒരു മത്സരമായിരുന്നു. അന്നേരം അതുപോലൊരു തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത് സംശയലേശമന്യേ
രാഹുൽ മാങ്കൂട്ടത്തെ സ്ഥാനാർത്ഥിയായി നിർത്തിയപ്പോൾ പാർട്ടിക്കുള്ളിൽ മുതിർന്ന ആളുകളുടെയും പലരുടെയും അപസ്വരങ്ങളും അമർഷമുണ്ടായി. ചിലർ പാർട്ടി തന്നെ വിട്ടുപോയി. അന്നേരവും ഈ വി ഡി സതീശൻ്റെ നിലപാടിനെ നമ്മൾ സപ്പോർട്ട് ചെയ്തു. കാരണം അതിനു മുമ്പ് വി ഡി സതീശനെ നമ്മൾ എതിർത്തിരുന്നു. അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളും നമുക്ക് യോജിക്കാൻ സാധിക്കത്തില്ല. പക്ഷേ ഈ നിലപാടെന്ന് പറഞ്ഞാൽ അത് കറക്റ്റ് ഒരു ചെക്ക്മേറ്റ് ആയിരുന്നു രാഹുൽ മാങ്കൂട്ടം. അന്നേരം ആ ഡിസിഷനെ നമ്മൾ വളരെയേറെ സപ്പോർട്ട് ചെയ്തു. അതുപോലെ അവിടെ ആ അൻവർ ഫാക്ടർ, അൻവർ വന്ന് ഒരു സഖ്യം കൂടാൻ ചെന്നപ്പോഴും അവനെ ആട്ടി പുറത്താക്കിയ ശക്തമായ നിലപാടും അത് നിലപാട് എന്ന് നമ്മൾ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ ശരിക്കും ആ ഒരു എക്സാമ്പിൾ, ഒരു പാർട്ടി എങ്ങനെ പ്രവർത്തിക്കണം, ഒരുമിച്ച് പ്രവർത്തിച്ചാൽ എങ്ങനെ വിജയം നേടാം എന്നതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളായിരുന്നു പാലക്കാട് തെരഞ്ഞെടുപ്പ്. ആ യുവ നേതാക്കളെ മുന്നണി പോരാളികളായി, കുതിരകളായി അവരെ മുന്നിട്ടിറക്കുന്നു. ഇവർ നേതൃത്വം പിന്നിൽ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന ഫ്രീഡം കൊടുക്കുന്നു. ശരിക്ക് ആ ഉപതെരഞ്ഞെടുപ്പിൽ ഇപ്പുറത്ത് വയനാട്ടിൽ നമ്മുടെ പ്രിയങ്ക ഗാന്ധിയും അതുപോലൊക്കെ വന്ന് ആ തിരഞ്ഞെടുപ്പ് പോലും നിഷ്പ്രഭമായി. എല്ലാ ശ്രദ്ധാകേന്ദ്രവും പാലക്കാടായിരുന്നു. കാരണം അത്രയും മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് ആ ഉപതെരഞ്ഞെടുപ്പായിരുന്നു. അന്നേരം അത്രയും ശക്തമായ കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള എല്ലാ തരത്തിലും ഒരു വമ്പിച്ച അത്രയും ആരോപണങ്ങൾ ഉണ്ടായിട്ടും വൻപിച്ച വിജയം സമ്മാനിച്ചു കൊടുത്തു. അത് വളരെ ഒരു പോസിറ്റീവ് വൈബ് പാലക്കാട് മാത്രമല്ല, പാർട്ടി ആസ് എ ഹോൾ സംസ്ഥാനമാകെ കോൺഗ്രസിന് പകർന്നു നൽകി. ആ വിജയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും വലിയൊരു ഫ്രൂട്ട് എൻജോയ് ചെയ്ത ഒരാളും ഈ വി ഡി സതീശനായിരുന്നു. കാരണം വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവ്, അദ്ദേഹത്തെ മുതിർന്ന നേതാക്കൾ ഏതാണ്ട് ഒതുക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം ഒരു ശക്തനായ ഒരു നേതാവായി ഇദ്ദേഹത്തിൻ്റെ ചുവടുറപ്പിക്കുവാൻ സാധിച്ചത് ഈ രാഹുൽ മാങ്കൂട്ടം നൽകിയ ആ ഒരു വിജയമായിരുന്നു. അതെല്ലാം മറന്ന് അതുപോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും ഇവർ ആസ് എ ടീം വർക്ക് നന്നായിട്ട് പെർഫോം ചെയ്തു. അങ്ങനെ എന്തുകൊണ്ടും നല്ല രീതിയിൽ പോസിറ്റീവായിട്ടുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്ന സമയത്താണ് ഈ കന്നന്തിരിവ് കാണിച്ചത്. ഇപ്പോൾ വി ഡി സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു മണ്ടനോ പൊട്ടനോ ആണ് നമ്മൾ കരുതുന്നില്ല. കാരണം ഇത്തരം ആരോപണങ്ങൾ രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രത്യാരോപണങ്ങൾ ഉണ്ടാകും. അത്തരം ആരോപണങ്ങൾ വരുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഗുരുതര ആരോപണങ്ങൾ തങ്ങളുടെ ഏറ്റവും മികവുറ്റ ഒരു യുവ നേതാവിനെതിരെ വരുമ്പോൾ അതിനെ ഡിഫെൻഡ് ചെയ്യുക എന്നുള്ള ഒരു പ്രാഥമിക ഉത്തരവാദിത്വം പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് ഇദ്ദേഹത്തിനുണ്ടായിരുന്നു. പക്ഷേ ഇദ്ദേഹം എന്ത് ചെയ്തു? ഇത് മുൻകൂട്ടി ആസൂത്രണം ചെയ്ത പോലെ. അന്നേരം നമ്മൾ ഇതിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിൽ ഈ സതീശൻ തന്നെയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അന്നേരം കൃത്യമായിട്ടും വളരെ ആസൂത്രണം ചെയ്ത് ഇങ്ങനെയുള്ള യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത ഈ കാട്ടുകള്ളന്മാരുടെ ചാനൽ എന്തൊക്കെയോ ഇതിനെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു പോയി. അൻവറെ ഇറക്കി ഒരു നാടകം നടത്താൻ നോക്കി, അത് പൊട്ടിപ്പൊളിഞ്ഞു. അതുപോലെ താനൂർ ജിഫ്രി വധക്കേസുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ DYSP ബെന്നിയെ കുറിച്ച് ഇവന്മാർ കള്ളത്തരങ്ങൾ ഇറക്കി പ്രചരിപ്പിക്കാൻ നോക്കി, അത് പൊളിഞ്ഞു. അന്നേരം യാതൊരു തരത്തിലും വിശ്വാസ്യതയില്ലാത്ത ഈ മുട്ടിൽ മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലൂടെ ഇങ്ങനെ ഒരു അപവാദം, ഒരു അസത്യ പ്രചാരണം വന്നപ്പോൾ അന്നേരം അദ്ദേഹത്തിന് ഇതിനെ ചിരിച്ച് തള്ളാവുന്ന എടേ അവനാണ് അതുകൊണ്ടാ. അല്ലെങ്കിൽ പരാതിക്കാരുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഓക്കെ നിങ്ങൾ പറയുന്നത് സത്യമായിരിക്കാം, പരാതിക്കാർ ഇവിടെ ആരെങ്കിലും ഉണ്ടോ? പരാതിക്കാരുണ്ടെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടുന്നത് നിങ്ങളുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി നിങ്ങളൊരു രേഖാമൂലം പരാതി കൊടുക്കുക. പോലീസ് പ്രാഥമികമായി അന്വേഷണം നടത്തി ഒരു FIR ഇടട്ടെ. ആ FIR പ്രകാരം പോലീസ് അന്വേഷണം നടത്തി അവർ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കട്ടെ. കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടാൽ ഞങ്ങൾ അദ്ദേഹത്തെ എല്ലാ പദവിയിൽ നിന്നും മാറ്റും, ശക്തമായ നടപടിയെടുക്കും. ഈ അന്വേഷണത്തിനെ ഞങ്ങൾ തകിടം മറിക്കത്തില്ല, ഞങ്ങൾ അതിൽ നിന്ന് പിന്തിരിഞ്ഞ് നിൽക്കത്തില്ല, എല്ലാ സഹകരണവും ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകും എന്ന് പറയുമായിരുന്നെങ്കിൽ ഇയാളുടെ ഗ്രാഫ് എവിടെ പോയി നിൽക്കുമായിരുന്നു? അതായിരുന്നില്ലേ ഒരു പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഒരു നേതാവ് എന്ന നിലയ്ക്ക് അദ്ദേഹം ചെയ്യേണ്ടിരുന്നത്? എന്നാൽ ഇവിടെ എന്താണ്? ഇദ്ദേഹത്തിൻ്റെ വിരളിയും വെപ്രാളവും ആക്രാന്തവും എല്ലാം കാണുമ്പോൾ തന്നെ അറിയാം ഇത് അതായത് ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ അവനെ കൊല്ലണം. അത്രയും തിടുക്കപ്പെട്ട് ഇദ്ദേഹം ആദ്യം എന്ത് ചെയ്തു? അവനെ കൊല്ലുന്നതിന് സമാനമായ ചോരയും നീരും ഒഴുക്കി ആ പ്രസ്ഥാനത്തിന് വേണ്ടി അടികൊണ്ട് ഏത് പ്രസ്ഥാനത്തിൽ കൂടെയാണോ അയാൾ കയറി വന്നത് ആ പ്രസ്ഥാനത്തിൽ നിന്ന് ഇയാളെ അത്രയും തെരഞ്ഞെടുപ്പിലൂടെ ബാലറ്റ് വോട്ടിലൂടെ ഏറ്റവും ഭൂരിപക്ഷത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹത്തെ നിമിഷ നേരം കൊണ്ട് ഒരു നാറിയ ഒരു ആരോപണത്തിൻ്റെ പേരിൽ ഇയാളെ എടുത്ത് മാറ്റിക്കളയുക എന്ന് പറയാം. അന്നേരം തീർന്നു. അതെന്ത് അന്നേരം ഒന്ന് ഓർക്കുക. അന്നേരം അതിനകത്ത് അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടാകുമ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ പരാജയമാണ്. കാരണം പാർട്ടിയെ, തൻ്റെ അണിയെ സംരക്ഷിക്കേണ്ടുന്ന, ഇപ്പോൾ അതിനകത്തൊരു കാര്യമുണ്ടെങ്കിൽ പോലും അണിയെ ചേർത്ത് പിടിക്കേണ്ട, സംരക്ഷിക്കേണ്ടുന്ന ഒരു നേതാവ് നിഷ്കരുണം ഒരു ആരോപണത്തിൻ്റെ പേരിൽ യാതൊരു പ്രാഥമിക അന്വേഷണങ്ങൾ നടത്താതെ തള്ളിക്കളഞ്ഞ് ശത്രുക്കൾക്ക് കൊല്ലാനായിട്ട് ഇട്ടുകൊടുത്ത് അവൻ്റെ വസ്ത്രം വരെ പറിച്ചെടുത്ത്
അത് വസ്ത്രത്തിന് ഈക്വലൻ്റ് ആണ് ആ പദവി എന്ന് പറയുന്നത്. ഇതാ നിന്റെ പദവി ഞാൻ പറിച്ച് കോർട്ട് മാർഷൽ ചെയ്യുക എന്ന് പറയും ഇപ്പോൾ ഡിഫൻസിൽ. അതുപോലെ അവൻ്റെ പദവികൾ വലിച്ചു പറിച്ചെടുത്തിട്ട് അവനെ വിവസ്ത്രനാക്കി ഇട്ടുകൊടുക്കുവാണ്. എന്തു വേണമെങ്കിലും ചെയ്തു, ഞങ്ങൾക്ക് യാതൊരു ഉത്തരവാദിത്വവുമില്ല എന്ന് പറഞ്ഞ് ഇവൻ കൈ കഴുകിയിട്ട് നിൽക്കുന്നു. കൈ കഴുകിയിട്ട് എന്ത് സംഭവിക്കുന്നു? വളരെ ശക്തമായ പ്രതിപക്ഷം പോലും നടത്താത്ത ആരോപണങ്ങൾ നടത്തി ഇവനെ മാനസികമായി തകർത്ത്. ഫണ്ടമെൻ്റലി ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് അതാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇപ്പം സതീശനാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പിന്നിലെന്നാണ് പറയുന്നത്. അപ്രകാരം പറയാനായിട്ടുള്ള ഒരു കാരണം എന്തായിരിക്കും? ഇപ്പം നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ നമ്മൾ ആ സ്റ്റാൻഡിലാണ് നിന്നത്. കാരണം i2i ന്യൂസ് പറഞ്ഞ ആ സ്റ്റാൻഡ് കറക്റ്റാണ് എന്ന് ഇന്ന് നമ്മളിപ്പോൾ 14 നമ്മുടെ ക്യാമ്പയിൻ തുടങ്ങിയിട്ട് 14ാമത്തെ ദിവസം നമ്മൾ നിൽക്കുക. അന്നേരം ഇത് കൃത്യമായിട്ട് വെളിവാകുന്നു ഇത് സതീശൻ തന്നെയാണെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല തെളിവെന്ന് പറയുന്നത്, ഒന്ന്, സതീശൻ ഈ പറയുന്ന ആരോപണം ഉന്നയിച്ച ഈ പെൺകുട്ടി എന്ന് പറയുന്ന പറവൂരുകാരി ഇദ്ദേഹത്തിൻ്റെ അടുത്ത കുടുംബ സുഹൃത്തും ഇദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ താമസിക്കുന്നു പറഞ്ഞു. എൻ്റെ മോളാന്ന് പറയുന്നു. ഇദ്ദേഹം ഇവരുമായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങളുടെ ഫോട്ടോകളും എല്ലാം നമ്മൾ വെളിയിൽ വന്നു. അത്രയും ആത്മബന്ധമുള്ള എൻ്റെ മകളെപ്പോലുള്ള ഒരു പെൺകുട്ടി എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു. അങ്ങനെയുള്ള ഒരു പെൺകുട്ടി വന്നാണ് ആദ്യമേ ഈ ഒരു ആരോപണം നടത്തിയത്. നിനക്ക് വല്ല പരാതിയുണ്ടോ? എനിക്ക് പരാതിയൊന്നുമില്ല. പിന്നെ ആർക്കാ ഉള്ളത്? അല്ല, അങ്ങനെയുള്ളവരുണ്ട്. ആരാ? അതെനിക്കറിയത്തില്ല. നീ പരാതി കൊടുക്കുമോ? ഇല്ല, ഞാൻ പരാതി കൊടുക്കത്തില്ല. ഇങ്ങനെ നിന്ന് നടി എന്ന് പറഞ്ഞിട്ട് വന്ന് ഇവൾ ഏത് പടത്തിലാണ് അഭിനയിച്ചെന്ന് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ടുള്ള നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല. നടി എന്ന് പറഞ്ഞൊരു കൊണ്ട് ഇറക്കിയിട്ട് നമ്മൾ ജീവിതത്തിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തൊരു സാധനത്തെ കൊണ്ട് ഇങ്ങനെ ഒരു ആരോപണം നടത്തി ഈ ഒരു പുകമറ സൃഷ്ടിച്ചിട്ട് പോകുന്നു. അന്നേരവും സതീശനറിയാം ആരാന്ന്. സതീശനെ സംബന്ധിച്ചിടത്തോളം സതീശനുമായിട്ട് അത്രയും ആത്മാർത്ഥതയുള്ള, അന്നേരവും സ്വാഭാവികമായിട്ട് നമ്മൾ ഓർക്കേണ്ടത് ഇയാൾക്ക് ഇത്രയും ഒരു ആത്മാർത്ഥത ഉണ്ടാകാൻ കാരണം എന്താ? ഒരു കടുത്ത ഇടതുപക്ഷ അനുഭാവിയുടെ മകൾ, ദേശാഭിമാനിയുടെ സബ് എഡിറ്ററുടെ മകൾ. അന്നേരം ഇത്തരത്തിലുള്ള തൻ്റെ എതിരാളിയുടെ ഒരു മകളുമായിട്ട് ഇയാൾക്ക് എന്താണ് ഇത്ര ബന്ധം? 100 ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാനായിട്ടുണ്ട്. അന്നേരം ഇയാളെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ഇയാളുടെ അടുത്ത മകൾക്ക് സമാനം എന്നൊക്കെ പറഞ്ഞ് ഇവൾ വന്ന് ആരോപണം ഉന്നയിച്ചിട്ട് അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും കൊടുത്തില്ല. പിന്നീട് ഇവൾ വന്ന് വി ഡി സതീശനെ ന്യായീകരിക്കാൻ വേണ്ടിയാണ്. അത് സതീശൻ പറഞ്ഞിട്ടൊന്നുമല്ല, തെറ്റിദ്ധരിക്കരുത്, വേറൊരു നേതാവ് ഇതിൻ്റെ പേരിൽ ആരോപണം കേൾക്കുന്നു, നിങ്ങൾ സംശയിക്കരുതെന്നൊക്കെ പറഞ്ഞ് ഇവൾ വീണ്ടും വന്ന് വെള്ളപൂശാനായിട്ടൊക്കെ ശ്രമിക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതിനകത്തൊന്നുമില്ല. ഇതിൽ നിന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് കൃത്യമായിട്ടും ഇവരുടെ ഒരു അജണ്ടയുടെ ഭാഗമായി ഈ പാലക്കാട് തെരഞ്ഞെടുപ്പ് നടന്ന ആ സമയം സന്തത സഹചാരിയായി നടന്ന ഇദ്ദേഹത്തിനോടൊപ്പമുള്ള ഇവർ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവിയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കസേരമോഹി ഇതിൻ്റെ കൂടെ നടന്ന് ഇദ്ദേഹത്തിൻ്റെ സ്വാഭാവികമായിട്ടും ആണുങ്ങളാകുമ്പോഴത്തേക്കും അവർ പല അവരുടെ ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചും ഒക്കെ തമ്മിൽ പറയാം. അതുപോലെ കോളുകൾ വരുമ്പോഴത്തേക്കും ഫോൺ അറ്റൻഡ് ചെയ്യുന്ന വേറൊരാളാകും. അങ്ങനെ വിശ്വസിച്ചേൽപ്പിച്ച ഫോണിൽ നിന്നും ഇത്തരം വിവരങ്ങൾ ചോർത്തി സതീശൻ ഇദ്ദേഹം നൽകുകയും സതീശന് മനസ്സിലായി ഇത്തരത്തിലുള്ള ഇവരുമായിട്ട് ഒരു സൗഹൃദ ബന്ധമുണ്ടെന്ന് മനസ്സിലായ സതീശനാണ് ഇതിൻ്റെ പിന്നിൽ ഇത് ആസൂത്രണം ചെയ്യുകയും ഇത് ആ മരമുറി ചാനലുകാരന്മാർക്ക് എക്സ്ക്ലൂസീവായിട്ട് ഈ ഡീറ്റെയിൽസ് കൊടുക്കുകയും ഇതിൻ്റെ പിന്നാമ്പുറം നിങ്ങളിത് കത്തിച്ചാൽ ഞാൻ ബാക്കി നടപടി എടുത്തോളാം എന്നുള്ള ഒരു പദ്ധതിയുടെ പേരിൽ ആണ്. പിന്നെ സതീശനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡബിൾ ഏജൻ്റ് ആണെന്നുള്ളത് നമ്മുടെ ഡിസ്കഷനിലേക്ക് ഡീറ്റെയിലേക്ക് നമ്മൾ ഒക്കെ വരുന്നുണ്ട്. ഇയാൾ കൃത്യമായിട്ടൊരു ഡബിൾ ഏജൻ്റാണ്. ഇയാൾ പ്രതിപക്ഷ നേതാവല്ല, ഇയാൾ ഭരണപക്ഷത്തിൻ്റെ നേതാവാണ്. ഇയാൾ ഇന്ന് വരെ ഈ വി ഡി സതീശൻ പിണറായി വിജയനെ കടുത്ത ഭാഷയിൽ വിമർശിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഇത്രയും പ്രശ്നങ്ങളുണ്ടായിട്ടും ഇയാൾ പിണറായി വിജയനെ വിമർശിച്ചിട്ടില്ല. ഇത്രയും ഇയാൾ ഒരു ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പോലും തൻ്റെ പാർട്ടി പ്രവർത്തകനെ മർദ്ദിച്ച ആ ദൃശ്യങ്ങൾ TV ചാനലിലൂടെ വന്നിരിക്കുന്ന ആ സമയം, അതുപോലെ ജില്ലാ നേതാക്കന്മാർ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസ് ഇവിടുത്തെ ജില്ലാ ജയിലിൽ കിടക്കുന്ന സമയം, ഈ രാഹുലിൻ്റെ ഇഷ്യൂ തന്നെയാണെങ്കിലും ക്രൈംബ്രാഞ്ചിനെ അന്വേഷണത്തിൽ ഏൽപ്പിച്ച ആ ഒരു ആള് ഒരു ഓണസദ്യ വിളിക്കാൻ വന്നപ്പോഴത്തേക്കും ഇദ്ദേഹത്തൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ഞങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ ഇതുപോലെ ക്രൂശിക്കുന്ന കടുത്ത കേരളത്തിലെ ജനങ്ങൾ പട്ടിണി കൊണ്ടും പരിവട്ടം കൊണ്ടും പൊറുതിമുട്ടുന്ന സമയത്ത് ഇതുപോലെ ജനദ്രോഹ നടപടികൾ ഉണ്ടാക്കുന്ന ഇദ്ദേഹത്തിൻ്റെ 20,000 കോടി കടം മേടിച്ച് നടത്തുന്ന ഈ ധൂർത്തിനെ ഞാൻ ബഹിഷ്കരിക്കുകയാണെന്ന് പറഞ്ഞാൽ ആ 150 രൂപയുടെ ഒരു ഊണ് അല്ലെങ്കിൽ ഒരു സദ്യ ബഹിഷ്കരിക്കുന്നതിലൂടെ കോടികൾ വാല്യൂ ഉള്ള ഒരു PR വാല്യൂ ഉള്ള ഒരു പത്രവാർത്ത ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്നു, വലിയൊരു സന്ദേശം കൊടുക്കാൻ സാധിക്കുമായിരുന്നു. ഇയാൾ അതെല്ലാം മറന്ന് ആ മാധ്യമങ്ങളിലൂടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ കുനിച്ചു നിർത്തി ഇടിക്കുന്ന ആ ദൃശ്യങ്ങൾ വരുമ്പോൾ ഇവൻ അവൻ്റെ കീഴെ കയറിയിരുന്ന് സദ്യ ശാപ്പിടുക. അവരുടെ ആ ഒരു ബോഡി ലാംഗ്വേജും അവരുടെ ഇതുമൊക്കെ കാണുമ്പോൾ തന്നെ അറിയാം ഇവർ ഒരു ബിസിനസ് പങ്കാളികളാണ്.
അന്നേരം ഈ സതീശൻ്റെ ആവശ്യമാണ് മൂന്നാമതും പിണറായി സർക്കാർ വരിക എന്നുള്ളത് ഇയാളുടെ ആവശ്യമാണ്. കാരണം ഇയാൾ കൂടുതൽ കംഫർട്ടാണ്. കാരണം ഇനി അടുത്തൊരു ഭരണം വന്നാൽ ഇതിനെ എല്ലാം നിയന്ത്രിക്കുന്ന ഒരു ആലപ്പുഴ കോവാലനുണ്ട്. കോവാലൻ കളത്തിൽ ഇറങ്ങുമെന്നറിയാം. അന്നേരം അതുകൊണ്ട് തനിക്ക് കിട്ടുന്നത് വെറുതെ ഒന്നുമല്ലാതെ നിൽക്കുന്നതിനേക്കാളും നല്ലത് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് ഇതിൻ്റെ എല്ലാം വീതം പറ്റുക. കോടികൾ കേരളത്തിൽ നടക്കുന്ന സകല തട്ടിപ്പുകളുടെയും ഒരു വീതം പറ്റി ഇരിക്കുക എന്ന ലക്ഷ്യത്തോടെ ഇയാൾ ആസൂത്രണം ചെയ്ത ഇതിനകത്ത് കഴമ്പൊന്നും ഇല്ലാതിരുന്നിട്ടും ഈ പ്രശ്നം ആളിക്കത്തിക്കുവാൻ, ഈ വിഷയത്തിൽ നിന്നും ഈ രാഹുലിന് ഈ പ്രശ്നം സിമ്പിളായിട്ട് ഇത് പരിഹരിക്കാൻ പറ്റുമായിരുന്നു. അതിനൊന്നും മുതിരാതെ ഇയാൾ ഇത്തരം ഒരു വിഷയത്തെ ആളിക്കത്തിച്ച് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇയാൾ ഡബിൾ ഏജൻ്റാണ്. ഇയാൾ പിണറായി സർക്കാരിന് വേണ്ടി ഇയാൾ പ്രവർത്തിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ ഒരു മണ്ടത്തരങ്ങൾ കൊണ്ട് പാർട്ടിക്കുണ്ടായ നഷ്ടങ്ങൾ അത് എത്രത്തോളം ഉണ്ട്? അത് നമുക്കതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത്രത്തോളം ഇതിനകത്ത് നോക്കുക, ഇതിനകത്ത് ഡാമേജ് മുഴുവൻ ഉണ്ടാക്കിയത് ശരിക്കും പറഞ്ഞാൽ പാർട്ടിക്കുണ്ടായ നഷ്ടങ്ങൾ നിങ്ങളൊന്ന് നോക്കി, എത്രത്തോളം വലിയ നഷ്ടങ്ങൾ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, അത്രയും വലിയ ഒരു ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ കത്തി നിൽക്കുന്ന സമയത്ത് അത് ഡൈല്യൂട്ട് ചെയ്യപ്പെട്ടു. ഈ ഒരു ഒറ്റ ഇഷ്യൂവിൽ, അതായത് ഉള്ളി പൊളിക്കുന്ന പോലുള്ള കാര്യമായ ഒരു പരാതിക്കാരോ തെളിവുകളോ ഒന്നുമില്ലാത്ത ഈ ഒരു കേസ് ഈ ഒരു 2 ആഴ്ചക്കാലം കത്തിച്ച് നിൽക്കുന്നത് വഴി കോൺഗ്രസ് പ്രവർത്തകരുടെ ഇടയിൽ തന്നെ കടുത്ത അമർഷമുണ്ടായി. അന്നേരം ഇവർ തന്നെ പറഞ്ഞു, ഇവരുടെ പാർട്ടിക്ക് കെട്ടുറപ്പില്ല, ഇവരുടെ പാർട്ടിക്കകത്തെ സകല പൊള്ളത്തരങ്ങളും ശിഥിലതകളും ജീർണതകളും വെളിയിൽ വന്നു, ഇതിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടാൻ നിൽക്കുകയാണ്. അന്നേരം ഇവന്മാർക്കൊരു ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഈ എന്താവും അവസ്ഥ എന്നൊക്കെയുള്ള ആശങ്കകൾ കോൺഗ്രസ് പ്രവർത്തകർക്കും അതുമാത്രമല്ല മറ്റുള്ള ജനങ്ങളിലേക്കും പകർന്നു. അന്നേരം അതുകൊണ്ട് തന്നെ ഇനിയും കോൺഗ്രസ് പാർട്ടിയെ വിജയിപ്പിക്കുമെന്ന് കരുതിയ ജനങ്ങൾ ഒന്നുകൂടി ആലോചിക്കണം, രണ്ടിലൊന്ന് ചിന്തിക്കണം എന്ന അവസ്ഥയിലേക്ക് ഇത് എത്തിച്ചു. അന്നേരം കോൺഗ്രസ് പാർട്ടിക്ക് ഇത് നമുക്ക് ക്വാണ്ടിഫൈ ചെയ്യാൻ വയ്യാത്ത തരത്തിലുള്ള നാശനഷ്ടമാണ് ഈ ഒരു നാറിയ ആരോപണം കത്തിച്ച് നിർത്തിയതിലൂടെ ഉണ്ടായത്. അവസാനം നാറിയത് സതീശനോ അതോ രാഹുലോ? അത് വലിയൊരു ചോദ്യം. അതായത് സതീശനാണോ ഈ വിഷയത്തിൽ നാറിയത് അതോ രാഹുലാണോ എന്ന് ചോദിക്കുന്നതിൻ്റെ കൃത്യമായ ഉത്തരം എന്ന് പറഞ്ഞാൽ നാറിയത് ഇവർ രണ്ടുമല്ല, കോൺഗ്രസ് പ്രസ്ഥാനമാണ്. ആ പാർട്ടിക്കാണ് ഇതിനകത്ത് സകല ഡാമേജും ഉണ്ടായത്. കാരണം വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം വ്യക്തികൾക്ക് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രാധാന്യം നമുക്ക് കൊടുക്കണ്ട. ഇപ്പം ഈ ഒരു പ്രസ്ഥാനമുള്ളത് കൊണ്ടാണ് ഈ 2 വ്യക്തികൾക്കും പ്രാധാന്യമുള്ളത്. ചുവരുണ്ടെങ്കിലേ ചിത്രം എഴുതാൻ പറ്റൂ എന്ന് പറഞ്ഞ പോലെ സതീശന് ഓർക്കണമായിരുന്നു, ഈ പ്രതിപക്ഷ നേതാവ് അല്ലെങ്കിൽ ഈ അടുത്ത പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞൊരു ഷാഡോ ചീഫ് മിനിസ്റ്ററാണ്. അന്നേരം തൻ്റെ പാർട്ടിയെ വിജയത്തിലേക്ക് എത്തിക്കാവുന്ന ഏറ്റവും അനുകൂല സാഹചര്യങ്ങളുള്ള സമയത്ത് ഇതുപോലുള്ള ഒരു വിഷു വരുമ്പോഴത്തേക്ക് ഇതുപോലെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ കൈകാര്യം ചെയ്യുവാനുള്ള ഒരു കൈയടക്കം ഇയാൾക്കില്ലാതെ പോയി, വളരെ ഇമ്മച്ചുറായിപ്പോയി. കാരണം വളരെ ബാലിശമായ ഒരു തീരുമാനം, അതായത് ഈ പൊട്ടന്മാർ പോലും ചെയ്യാത്ത തരത്തിലുള്ള ഒരു ആലോചനശേഷി പോലും ഇല്ലാത്ത ആളുകൾ എടുക്കുന്ന ഒരു നടപടിയായിപ്പോയി. കാരണം ഒന്നും ആലോചിക്കാതെ. അല്ലെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹത്തിന് പറയാമായിരുന്നു, ആരോപണം വന്നപ്പോഴത്തേക്കും തന്നെ പറയാം, ഒരാഴ്ചയ്ക്കുള്ളിൽ ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെക്കുന്നു, ഇതിനെക്കുറിച്ച് തന്നെ ഒരു ഇന്റേണൽ സ്റ്റഡി ഞങ്ങൾ നടത്തും, എന്നിട്ട് അതിന് ഒരു തീരുമാനമാവാം. ആരോപണങ്ങൾ വന്നതല്ലേ ഉള്ളൂ. മീൻ ടൈം നിങ്ങൾക്കൊരു കാര്യം ചെയ്യാം, പരാതിക്കാർക്ക് വിക്ടിംസിന് നിങ്ങൾ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുക, അതിൻ്റെ നിയമവഴിക്ക് നിങ്ങൾ പോട്ടെ. പാർട്ടിക്ക് ഒരു ഇന്റേണൽ മെക്കാനിസം ഉണ്ട്, ഞങ്ങൾക്ക് അതിൻ്റെതായ ചില നടപടികളുണ്ട്, ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ കൂടി ആലോചിച്ച് അതിനെക്കുറിച്ചൊന്ന് ഇതിനകത്ത് എത്രത്തോളം ഗ്രാവിറ്റി ഉണ്ട് ഞങ്ങളൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുമ്പോഴത്തോളം അതിനകത്തൊരു മാന്യതയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും അതിനുപോലും മെനക്കെടാതെ പാർട്ടിയിലുള്ള സകല നേതാക്കന്മാരെയും ഇയാൾ നിഷ്പ്രഭമാക്കി. ഇയാൾ തന്നെ അങ്ങ് ഡിസൈഡ്, ഈ അസൂയ മൂത്ത കുറേ യുവമാരുടെ പിണിയാളുകൾ ചേർന്ന് 2-3 അമ്മമാരോട് ചേർന്ന് തീരുമാനമെടുത്തിട്ട് അവരങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അന്നേരം എന്ന് പറഞ്ഞാൽ ഓർക്കുന്നത് എന്താ ഓർത്തത്, ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നു കഴിയുമ്പോഴത്തേക്ക് നടപടി എടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഇയാളുടെ ഇമേജ് അങ്ങ് കൂടുമെന്നും ഇയാൾ ഭയങ്കര ഒരു സ്ത്രീ സംരക്ഷകൻ എന്നുള്ളൊരു ഇമേജ് വരുമെന്നോർത്താണ് സതീശൻ ചെയ്തത്. അതോടുകൂടി സതീശൻ്റെ പേരും പോയി, കേക്കച്ചൻ എന്നായി. നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും എടുത്ത് ഇയാളെ വലിച്ച് കീറി കണ്ടാൽ ചൂലും കെട്ടിന് അടിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് ഇയാൾ പോയി. പക്ഷേ ഇതും കൊണ്ടുണ്ടായ നഷ്ടം എന്ന് പറയുന്നത് സതീശനെ സംബന്ധിച്ചിടത്തോളം ഇയാൾ ഇത്രയും കൊല്ലം കൊണ്ട് ഈ 25 കൊല്ലം ഇയാൾ വളരെ തന്ത്രപൂർവ്വം ഇയാൾ ഒരു കുറുക്കനെ പോലെ തന്ത്രം മെനഞ്ഞ് ഒരു കടുത്ത ഏകാധിപതിയായി മറ്റൊരു പിണറായി വിജയനായിട്ട് വരികയായിരുന്നു. അന്നേരം ഇയാൾ ഒരു ഒതുങ്ങി കൈയടക്കത്തോടെ പോയതുകൊണ്ട് ഇയാളെ അങ്ങനെ ആർക്കും പിടി കിട്ടിയിരുന്നില്ല. പക്ഷേ ഇവൻ വെറും കുഴിപ്പുളവനാണെന്നും വെറും കള്ളനാണെന്നും ഇവൻ ഒതുക്കേശനാണെന്നും ആളുകൾക്ക് ഈ ഒറ്റ ഇൻസിഡൻറ്റിലൂടെ മനസ്സിലായി. അതുകൊണ്ട് ഇവൻ ഇനി കെട്ടിവെച്ച കാശ് പറവൂരിൽ നിന്നാൽ കിട്ടത്തില്ല.
അതുപോലെ തന്നെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായെന്ന് പറഞ്ഞാൽ രാഹുലിന് ഇമ്മീഡിയറ്റ്ലി നമ്മൾ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു മാനഹാനിയും ബുദ്ധിമുട്ടും ഒരു പ്രശ്നങ്ങളും ഒക്കെ വന്നു എങ്കിൽ പോലും ലോങ് ടേമിൽ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എടുക്കാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. കാരണം ഏത് അളവിൽ നോക്കിക്കഴിഞ്ഞാലും ഇതിൻ്റെ മുതലും പലിശയും ചേർത്ത് രാഹുലിന് നേട്ടമേ ഉണ്ടാകത്തുള്ളൂ. കാരണം രാഹുലിൻ്റെ ഒരു മെറ്റൽ പ്രൂവ് ചെയ്യുന്ന ഒരു ഇൻസിഡൻ്റ് ആയിരുന്നു ഇത്. കാരണം ഇത്രയും ശക്തമായി എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഇതുപോലെ സംഘം ചേർന്ന് ഇത്രയും നാൾ നിന്ന് ഇത്രയും ഓർഗനൈസ്ഡ് ആയിട്ട് നിന്ന് ഒരു അടി കിട്ടിയ ഒരു യുവനേതാവ് ഉണ്ടാവത്തില്ല. കാരണം സകലരും അതുവരെ സപ്പോർട്ട് ചെയ്ത കൂടെ നിന്ന സകലരും ഇയാളെ വെറുത്ത്, ഇയാളെ ഒരു പുഴുത്ത പട്ടിയെ വെറുക്കുന്ന പോലെ ഏതാനും ദിവസങ്ങൾ നിന്ന് വെറുത്ത് ഇയാൾക്കെതിരെ ആരോപണശരങ്ങൾ ഉന്നയിച്ച് എങ്ങനെയൊക്കെ തേജോവധം ചെയ്യാമോ അങ്ങനെയൊക്കെ തേജോവധം ചെയ്തു. പക്ഷേ ഈ സത്യങ്ങൾ നമ്മൾ ജനങ്ങളുമായി എനിക്ക് തോന്നുന്നു തുടക്കം മുതൽ ഇന്ന് വരെ ഈ i2 ന്യൂസ് ഇതിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ ശ്രമിച്ചതും ഇദ്ദേഹത്തെ ഒരു പരിശുദ്ധനാക്കാനോ വെള്ളപൂശാനോ അല്ല ശ്രമിച്ചത്. പക്ഷേ നമ്മൾ പറഞ്ഞത് ഫണ്ടമെൻ്റലി ആ ചെയ്ത പ്രോട്ടോകോൾ ശരിയായില്ല. നമ്മൾ അന്നും ഇന്നും സതീശനോട് പറഞ്ഞത് നിങ്ങൾ ചെയ്ത ആ നടപടിക്രമങ്ങൾ പാലിച്ചില്ല, ശരിയായില്ല എന്നാണ് അന്നും ഇന്നും നമ്മൾ പറയുന്നത്. അവിടെയാണ് ഇവർക്ക് പാളിച്ചു പറ്റിയത്. അങ്ങനെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നമ്മൾ പോലും ഞെട്ടിപ്പോയത് നമുക്ക് ഇന്നും ആയിരക്കണക്കിന് കോളുകളാണ് ഓരോ ദിവസം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പ്രായമായ അമ്മമാരും സഹോദരിമാരും പിതാക്കന്മാരും സഹോദരങ്ങളും കുട്ടികളും അടക്കം വിളിക്കുന്നവർ പറയുന്നു അതൊക്കെ ഇപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നങ്ങ് വെക്കുക. നിരപരാധിയാണ്, തെറ്റുകാരനൊന്നും ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല, തെറ്റ് ഉണ്ടെങ്കിൽ പക്ഷേ ക്ഷമിച്ചുകൂടെ. അന്നേരം അവർക്ക് ആർക്കും ഇദ്ദേഹത്തോടൊരു വെറുപ്പോ വിരോധമോ വിദ്വേഷമോ ഒന്നുമില്ല. രാഹുലിൻ്റെ ഗ്രാഫ് മുൻപ് എങ്ങനെയാണോ അതിൻ്റെ 10 മടങ്ങ് ഗ്രാഫ് ഇദ്ദേഹത്തിൻ്റെ ഉയർന്നു. കേരളത്തിൽ ഇന്ന് സ്വതന്ത്രനായി നിന്നാൽ ഏത് മണ്ഡലത്തിൽ നിന്നാലും ജയിച്ച് കയറാവുന്ന ഒരു അവസ്ഥയിലേക്ക് രാഹുലിൻ്റെ ഒരു അവസ്ഥ ഗ്രാഫ് ഉയർന്നു. ഇദ്ദേഹം ഒരു ഇരയായി, അതായത് ഇരയാക്കപ്പെടുകയായിരുന്നു, ഇദ്ദേഹത്തെ ഒതുക്കുവാൻ ശ്രമിക്കുകയായിരുന്നു എന്ന ഒരു ശക്തമായ ഒരു ബോധം ജനങ്ങളിലേക്ക് വന്നു. അന്നേരം കോൺഗ്രസിൻ്റെ ഒരു ചരിത്രം എടുത്തു കഴിഞ്ഞാൽ ചരിത്രാതീത കാലം മുതൽ തന്നെ, ഇപ്പോൾ ഇവന്മാരുടെ തുടക്കം മുതൽ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവരുടെ ഒരു പാരമ്പര്യം എന്ന് പറയുന്നത് ഇതുപോലെ ഒതുക്കിയും വെട്ടിയും ആണ് ഇവർ ഇതിനകത്തുള്ള നേതാക്കന്മാർ നടന്നിരിക്കുന്നത്. അന്നേരം പാർട്ടിക്ക് വേണ്ടി അർപ്പണ മനോഭാവത്തോടെ വർക്ക് ചെയ്തേക്കുന്ന എല്ലാവരും ഇതുപോലെ ഉമ്മൻചാണ്ടി അടക്കമുള്ളവരെ തേജോവധം ചെയ്ത് നശിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അന്നൊന്നും സോഷ്യൽ മീഡിയ അല്ലെ ഡിജിറ്റൽ മാധ്യമങ്ങൾ ഇത്രയും ജാഗരൂകരായിരുന്നില്ല. ഈ വിഷയത്തിൽ രാഹുലിനൊരു അഡ്വാൻറ്റേജായി വന്നത് സമൂഹ മാധ്യമങ്ങൾ. ഇപ്പോൾ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏറ്റവും ഇമ്പാക്റ്റുള്ള മാധ്യമമായ ഈ സമൂഹ മാധ്യമത്തിലൂടെ ഈ സത്യാവസ്ഥ ജനങ്ങൾക്ക് മനസ്സിലായി, അവർക്ക് സംവേദിക്കുവാൻ സാധിച്ചു. അന്നേരം ഇത്തരം ഈ യാഥാർത്ഥ്യം ജനങ്ങളിലേക്ക് എത്തി. അങ്ങനെ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ടുള്ള, രാഹുലിന് ഇനി പ്രത്യേകിച്ച് ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. ചെറിയൊരു ഗ്രേ ഏരിയ ഇദ്ദേഹം മാറി നിൽക്കുന്നതാണ്. മാറി നിൽക്കാതെ മുന്നോട്ട് വന്ന് അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ അദ്ദേഹം ഇപ്പോൾ പറയുകയാണ് എനിക്ക് തെറ്റ് സംഭവിച്ചു പോയി, ഞാൻ ഈ പവിത്രകളിലേക്ക് വരുന്നതിന് മുമ്പ് എനിക്ക് പ്രണയമുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അഫെയർ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ എനിക്കുണ്ടായിരുന്നു. അന്നേരം അതൊന്നും ഇങ്ങനെയുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങളോടെ ഒന്നും ആയിരുന്നില്ല, അതിനകത്ത് യാഥാർത്ഥ്യം ഇതാണ്, ഈ പറയുന്നത് പോലൊന്നും അല്ല എന്ന് പറഞ്ഞ് ഇദ്ദേഹം പൊതുജനങ്ങളുടെ അടുത്തുനിന്ന് കൺഫസ് ചെയ്താൽ ഐസ് മെൽറ്റ് ചെയ്യുന്ന പോലെ എല്ലാം പോകും. അവർക്ക് ഇപ്പോഴും അദ്ദേഹത്തോടൊരു വിരോധമില്ല. എന്നാൽ വി ഡി സതീശൻ്റെ അവസ്ഥ അതല്ല, കോൺഗ്രസ് പാർട്ടിയുടെ അവസ്ഥയല്ല. ഈ ഒരു നിസ്സാരത്തിലൂടെ ഇവന്മാർ ഒതുക്കാൻ ശ്രമിച്ച ഈ ഒരു പണിയിനോടുണ്ടായതെന്ന് പറഞ്ഞാൽ ഇവന്മാരുടെ നട്ടല് ഒടിഞ്ഞു. സതീശൻ എന്ന് പറഞ്ഞാൽ ഇനിയും കെട്ടിവെച്ച കാശ് കിട്ടാത്ത അവസ്ഥയിലേക്ക് ഉണ്ടാകും. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം എത്രയും വേഗം ഇതിനൊരു പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയില്ല എന്നുണ്ടെങ്കിൽ അവർ ഇതിൻ്റെ എന്താ പറയുന്നത്, അവരുടെ മുന്നിൽ ഇതിന് തൊട്ടുമുമ്പുള്ള അനുഭവമുണ്ട്. ഭരണം ഇതേപോലെ ഉറപ്പിച്ച ഒരു അവസ്ഥയിലാണ് ഇതുപോലൊരു പെണ്ണുകേസിൽ നാറി പ്രതിപക്ഷത്തേക്ക് പോകേണ്ടി വന്നത്. രണ്ടാമതും പിണറായിക്ക് തുടർഭരണം ഉണ്ടായത്. അന്നേരം ഇനിയും ജനങ്ങളെ സംബന്ധിച്ചുള്ള ഇവരോട് പ്രത്യേകിച്ച് സോഫ്റ്റ് കോർണറൊന്നുമില്ല. ഇവന്മാരെ ഈ ഭൂമിക്ക് മേളിൽ വെച്ചേക്കരുത്, ഇങ്ങനൊരു പ്രസ്ഥാനം വേണ്ട എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ആളുകാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അവർ കൺഫേം ചെയ്യുന്നതിന് മുമ്പ് ഇതിനൊരു സൊല്യൂഷൻ ഇവർ ഉണ്ടാക്കേണ്ടിയിരിക്കുന്നു. ഈ വിഷയം കൈകാര്യം ചെയ്തതിൽ പാർട്ടിയും സതീശനും പരാജയപ്പെട്ടു എന്ന് പറയാൻ കാരണം എന്താ? അത് വളരെ എവിഡൻ്റ് അല്ലേ. കാരണം പാർട്ടിയും സതീശനും ഇതിൽ പരാജയപ്പെട്ടു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കിയ ജനങ്ങളുടെ ഈ പ്രതികരണങ്ങൾ തന്നെ. കാരണം ഏതൊരു സാമാന്യ ബുദ്ധിയുള്ളവൻ പോലും ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഒന്ന്, ഇപ്പം ഈ സതീശനോടും പാർട്ടി നേതൃത്വത്തോടും ചോദിക്കുന്നത്, ഓക്കെ സതീശ, ഇങ്ങനൊരു ആരോപണം വന്നെങ്കിൽ അതിനൊരു തെളിവ് വേണ്ടേ? തെളിവ് എന്താണ്? നിങ്ങൾ പറ. ഗർഭചിത്രം നടത്തിയെന്ന് പറയുന്നു, ഗർഭിണിയായെന്ന് പറയുന്നു, 15 മുതൽ 65 വയസ്സുള്ള സ്ത്രീകളെ പ്രാപിച്ചെന്ന് പറഞ്ഞു, പല ആരോപണങ്ങൾ പറയുന്നു.
ഒരാളെ മുന്നിൽ കൊണ്ടു നിർത്തുക. സാധിച്ചു ഇതുവരെ സാധിച്ചിട്ടില്ല. ഒരു പരാതി എന്നാൽ പോട്ടെ, അവർക്ക് മുന്നിൽ വന്ന് പറയാൻ പറ്റത്തില്ല. അവർക്ക് രഹസ്യമായിട്ട് കൊണ്ട് വിക്ടിമിനെ കൊടുക്കാമല്ലോ. വീട്ടിലിരുന്നാണെങ്കിൽ മെയിലാണെങ്കിൽ വായിക്കാൻ പറ്റും. ആരെങ്കിലും ഒരു വിക്ടിമിൻ്റെ പരാതി വന്നിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ ഏതെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ പരാതി കൊടുത്തില്ലെങ്കിൽ തന്നെ കൃത്യമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ല ഇവരിപ്പോൾ പോയി പരാതിക്കാർ വന്നില്ല, അവർക്ക് ഒരു ഗർഭചിത്രം നടത്തിയതായിട്ട് ഇവർ കണ്ടുപിടിച്ചു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇല്ലിസിറ്റ് റിലേഷൻസ് നടന്നതായിട്ട് കൃത്യമായിട്ടുള്ളൊരു തെളിവ് അവർക്ക് കിട്ടി. അതിന് പ്രകാരം ഒരു FIR ഇട്ടിട്ടുണ്ടോ? ഉണ്ടായിട്ടില്ല. ഇതൊന്നുമില്ലാതെ വെറും ഊഹാപോഹങ്ങളുടെ ഇവന്മാർ നിന്നതിപ്പോൾ കാള പറ്റുമെന്ന് കേട്ടപ്പം കയറെടുത്തെന്ന് പറഞ്ഞാൽ ആദർശധീരൻ പെട്ടെന്ന് അങ്ങ് സടകുടഞ്ഞ് എഴുന്നേറ്റ് ആദർശത്തിൻ്റെ മൂർത്തിഭാവത്തിൽ നിന്ന് അന്നേരം തന്നെ ഇവൻ എല്ലാം നടത്തി വിധി പ്രസ്താവം വധശിക്ഷ വരെ അങ്ങ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും തന്നെ കീറിപ്പറഞ്ഞ് പോയി. അന്നേരം അവരെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഫണ്ടമെൻ്റലി അവിടെ തന്നെ പാളി, സതീശൻ പാളി. പിന്നെ പാർട്ടി നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം പാർട്ടി നേതൃത്വത്തിന് ഇതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതൊരു കളക്റ്റീവ് ഡിസിഷനാണ്. അന്നേരം ഇതിനകത്ത് മറ്റൊരു പൊള്ളത്തരം കൂടെ തെളിഞ്ഞു വന്നു. അന്നേരം ഇതിനകത്ത് ഈ VD സതീശൻ ഇതിനകത്ത് നിറഞ്ഞാടിയപ്പോൾ ആളുകൾക്ക് ദൃശ്യമായ മറ്റൊരു കാര്യമുണ്ട്. KPCC അധ്യക്ഷ പദവിയിൽ വെറും ഒരു മൊണ്ണ ആണ് ഇരിക്കുന്നത്. ഇവന്മാരുടെ വെറും ഒരു കളിപ്പാവയാണ് KPCC അധ്യക്ഷ പദവിയിൽ ഇരിക്കുന്നത്. സുധാകരനെ പോലെയുള്ള ഒരു നേതാവിൻ്റെ, ഒരു നട്ടലുള്ള നേതാവിൻ്റെ വില ജനങ്ങൾ അറിഞ്ഞു. അന്നേരം ആ പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനത്ത് തന്നെ ഒരു കിഴങ്ങനാണ് ഇരിക്കുന്നതെന്നും ഇത് VD സതീശൻ ഇപ്പോൾ എല്ലാം ഞാനാണ് പാർട്ടി എന്നും പറഞ്ഞ് എല്ലാ പദവികളോട് വഹിച്ച് ഇയാൾ പൂന്ത് വിളയാടി നടക്കുകയാണ്. എന്നിട്ട് ഇയാൾ മണ്ടത്തരം കൂടെ കാണിച്ചു. ചുരുക്കം പറഞ്ഞാൽ ഇയാളെല്ലാം കൂടെ, അതായത് ഇതിൻ്റെ കണ്ടക്ടറുടെ പണി, ചെക്കറുടെ പണി, ഡ്രൈവറുടെ പണി, ഈ മുതലാളി എല്ലാ റോളൂടെ വഹിച്ച് അവസാനം വണ്ടി പോയി എന്താ പറഞ്ഞ കൊക്കയ്ക്കകത്ത് കൊണ്ട വീഴുകയും ചെയ്തു. യാത്രക്കാരെല്ലാം ICUവിലും ആകുന്ന ഒരു അവസ്ഥയിലെത്തി. കോൺഗ്രസ് പാർട്ടിയെ മൊത്തത്തിൽ ഇവൻ ഹൈജാക്ക് ചെയ്ത് കൊണ്ട് എന്നിട്ട് ഇയാൾ നടത്തിയ പ്രസ്താവന എന്താ? എൻ്റെ ഉത്തരവാദിത്തമാണ് എന്ന്. കേരളത്തിലുള്ള ജനങ്ങൾ മൊത്തം ഇരമ്പി അടിച്ച് വന്നാൽ പോലും മാറത്തില്ലെന്ന്. ഇവൻ ആരാ അത് പറയാൻ? ആളുകൾ തന്തയ്ക്കും തള്ളയ്ക്കും വിളിക്കുക, നീ ആരടാ ഇത് പറയുക, നീ ആരടാ എന്നാണ് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അന്നേരം ചുരുക്കം പറഞ്ഞാൽ VD സതീശൻ എന്ന് പറയുന്ന നേതാവിൻ്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ അവൻ്റെ ഈ കഴിഞ്ഞ 25 കൊല്ലത്തെ നിയമസഭാ ജീവിതത്തിലൂടെ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ലാതായി പോകുന്ന ഒരവസ്ഥയിലേക്ക് ഇദ്ദേഹം എത്തി. പാർട്ടിയിലെ മറ്റ് യുവനേതാക്കന്മാർ ജയിച്ച് കയറി വരുന്ന ഒരു അവസരത്തിൽ ഇയാൾ ഏത് മണ്ഡലത്തിൽ നിന്നാലും കെട്ടിവെച്ച കാശ് കിട്ടാതെ തോക്കുന്ന ഒരു ദുരന്തമുണ്ടാകുന്ന ഒരു അവസ്ഥയിലേക്ക് ഇയാൾ കൊണ്ടെത്തിച്ചു. പക്ഷെ പാർട്ടിക്കും ആസ് എ ഹോൾ ഇതിൻ്റെ ഡാമേജ് ഉണ്ടാകും. അന്നേരം അതുകൊണ്ട് പാർട്ടിയും അതുപോലെ സതീശനും ഇതിനകത്ത് ഈ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ തികഞ്ഞ പരാജയമായിരുന്നു. ഒന്ന് അത് ഇപ്പം രാഹുലിനെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ നീറുന്ന ഒരു മനസ്സാണ്. കാരണം ഇങ്ങനൊരു ദുരന്തമുണ്ടായപ്പോൾ ഞാൻ എന്തിനും ഒരു പ്രസ്ഥാനത്തിന് വേണ്ടിയാണോ ആത്മാർത്ഥമായി പണിയെടുത്തത്, എന്നെ ഒറ്റപ്പെടുത്തി ഒതുക്കി എന്നൊരു തോന്നലുണ്ടായി. മറ്റ് യുവനേതാക്കന്മാരുടെ മനസ്സിലും തങ്ങൾ ഒതുക്കപ്പെടും, ചേർത്ത് നിർത്തപ്പെടുത്തില്ല എന്നൊരു തോന്നലുണ്ടായി. പൊതുജനങ്ങളുടെ മുന്നിലും ഇവർ യുവ നേതൃത്വത്തെ ഒതുക്കുന്ന കുറേ മുതുകിളവന്മാർ, പഴയ കോൺഗ്രസിൻ്റെ ശാപമായ കടൽ കിഴവന്മാർ ഇന്നും ആണിത് വാഴുന്നതെന്നുള്ളൊരു മെസ്സേജ് കൊണ്ടുവന്നു. ഇനി ഇവന്മാർ ജയിച്ചാലും ഇതിനേക്കാളും വലിയ അപകടമാവും, കടിപിടി ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം വന്നു. അന്നേരം അതുകൊണ്ട് നമുക്ക് സംശയലേശം ഞാൻ പറയാം, VD സതീശനും കോൺഗ്രസ് പാർട്ടി നേതൃത്വവും ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ ഇഷ്യൂ കൈകാര്യം ചെയ്തതിൽ തികഞ്ഞ പരാജയമായിരുന്നു. അതുപോലെ ഇത്രയും വലിയ വിവാദങ്ങളും വിഷയങ്ങളും ഉണ്ടായിട്ടും രാഹുലിനെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ VD സതീശനെ അനുകൂലിക്കാനോ ആരും വരാത്തതിൻ്റെ ആ ഒരു കാരണം എന്താ? ഇപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണാം, വളരെ കരുതലോടെയായിരുന്നു ഈ ക്യാമ്പയിൻ. അതായത് ഇവർ ഈ സതീശനും പാർട്ടിയും രാഹുലിനെ ക്രൂശിക്കുവാനുള്ള എല്ലാ മെറ്റീരിയലും എതിർപക്ഷത്തുള്ള സിൻഡിക്കേറ്റ് മാധ്യമങ്ങൾക്ക് ഇട്ടുകൊടുത്തിട്ട് ഇവർ പമ്മി ബൈക്കിലേക്ക് വലിഞ്ഞു. അവരെ ആരോപണങ്ങൾ കത്തിച്ചപ്പോൾ സതീശൻ എന്താ പറയുന്നത്, എല്ലാത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് സതീശൻ മുന്നോട്ട് വരുന്നു. സതീശൻ മുന്നോട്ട് വന്ന് ഒരു ഡിസിഷൻ അങ്ങ് പ്രഖ്യാപിച്ചിട്ട്
ഇയാൾ മാറുന്നു. അന്നേരം വെച്ചാൽ ആളുകൾ ഒരു ഭയങ്കര ഒരു അങ്കലാപ്പിൽ ആ സമയത്ത്. കാരണം ആളുകൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഒരിക്കൽ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല രാഹുലിനെതിരെ ഇത്തരം ഒരു ആരോപണം വരുമെന്നോ എന്നതാണെന്നോ ഇനിയും തുടർന്ന ദിവസങ്ങളിൽ എന്താ വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായ ഒരു ആശങ്കയിലായതുകൊണ്ട് തന്നെ പലരും ആ സമയത്ത് മിണ്ടിയില്ല. അന്നേരവും ഇതിൻ്റെ കറക്റ്റ് ഇതിനകത്ത് ഒന്നുമില്ലെങ്കിൽ പോലും ഇതിനകത്ത് എന്തോ വലിയ സംഭവം ഉണ്ടെന്ന് ഭാവിച്ച വി ഡി സതീശൻ ഒറ്റയ്ക്കായിരുന്നു. കാരണം വി ഡി സതീശനെയും അന്നേരം ആരും സതീശൻ്റെ കൂടെയും വേറെ മറ്റു മുഖങ്ങളൊക്കെ ഇതിനകത്ത് സകല ആസൂത്രണവും നടത്തിയ കെ സി വേണുഗോപാലും അതോടൊപ്പം തന്നെ ഇതിനകത്ത് എല്ലാ തരത്തിലുള്ള ചരടുവലിയും ആശീർവാദവും സപ്പോർട്ടും കൊടുത്ത രമേശ് ചെന്നിത്തലയും ഒന്നും ഒരു ചെറിയ പരാമർശങ്ങൾ നടത്തി ഈ വി ഡി സതീശനെ മുന്നിൽ ഇറക്കി വിട്ടു. മറ്റുള്ള പല നേതാക്കന്മാർക്കും, അതായത് ഇദ്ദേഹം ഒരു വളർന്നു വരുന്നൊരു യുവനേതാവായതുകൊണ്ട് തന്നെ അസൂയ മൂത്ത പല ആളുകളും അന്ന് ഇവരുടെ പണി കിട്ടട്ടെന്നോർത്ത് അവരും മിണ്ടാതിരുന്നു. എന്നാൽ രാഹുലിനെ ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ ഷാഫി ആണെങ്കിലും ഷാഫിയുടെ ലിമിറ്റിൽ നിന്നുകൊണ്ട് ശക്തമായി എതിർസ്വരം പ്രകടിപ്പിച്ചു. ചില മുതിർന്ന നേതാക്കൾ ഒഴികെ പലരും ഈ വിഷയത്തിൽ പ്രതികരിച്ചില്ല. കാരണം അവർക്കറിയാം ഇത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത് ഇവരെല്ലാം പറയുന്ന ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ ആലപ്പുഴ കോവാലൻ വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു എലമെന്റ് മാത്രമാണ് ഈ ഹൈക്കമാൻഡ് എന്ന് ഇവർക്കറിയാം. ഇയാളാണ് ഓൺ ബിഹാഫ് ഓഫ് ഹൈക്കമാൻഡിന്റെ പേരിൽ ഇവിടുത്തെ ഡെസിഷൻ എടുക്കുന്നതും കാര്യങ്ങളും എല്ലാം നിയന്ത്രിക്കാം. അന്നേരം ഇയാളുടെ താല്പര്യമാണിത്. അന്നേരം ഇയാളുടെ കൊട്ടേഷനാണ്. അന്നേരം അതിനകത്ത് കയറി ഇടങ്കോലിട്ട് കഴിഞ്ഞാൽ ഇവന്മാർക്ക് പണി വരുമെന്ന് പേടിച്ച് മറ്റുള്ളവരും മിണ്ടിയില്ല. കാരണം അതുകൊണ്ട് അവരുടെ അപ്രീതിക്ക് പാത്രമായാൽ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സാധ്യതയുള്ള സീറ്റുകൾ പോലും ചിലപ്പോൾ കിട്ടത്തില്ല, ചിലപ്പോൾ ഒതുക്കിക്കളയും, ഇതിനേക്കാളും ഒതുക്കപ്പെടും. അന്നേരം ഈ രാഹുലിനെ ഇതുപോലെ ഒതുക്കാമെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം എന്താവും ഓർത്ത് ഇതിനകത്തെ കിടിലങ്ങൾ വരെ പേടിച്ച് ഒരു വെയിറ്റ് ആൻഡ് സീ എന്ന തരത്തിൽ അവരും മിണ്ടാതിരുന്നു. രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നവരും അതുപോലെ തന്നെ ഒരു ആശങ്കയും എന്തൊക്കെ പുറത്ത് ഈ രണ്ട് കാര്യത്തിലും ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും വലിയ ഗ്രാവിറ്റി ഉണ്ടായി ഇയാൾ പുറത്ത് പോകേണ്ടി വന്നാൽ പിന്നെ കൂടെ ആരുമില്ലാത്ത അവസ്ഥ എന്നൊക്കെ പറയുമ്പോൾ ആകെ ഒരു അങ്കലാപ്പിലായിരുന്നു. അവരിപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു റിക്കവറി ആയി വരുന്നതേ ഉള്ളൂ. അന്നേരം അതുകൊണ്ടാണ് ആരും പ്രത്യക്ഷത്തിൽ വരാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സതീശനെ കൊണ്ടിട്ട് ഈ ചുടുചോറ് എടുപ്പിച്ചത് ആരാ? സംശയം എന്താ? സതീശനെ കൊണ്ട് ഈ ചുടുചോറ് എടുപ്പിച്ചത് നമ്മുടെ ആലപ്പുഴ കോവാലൻ തന്നെയാണ്. കെ സി വേണുഗോപാൽ തന്നെയാണ് ഇയാളിത് ചെയ്തേക്കുന്നത്. കാരണം അതിനകത്ത് എത്ര തന്ത്രപരമായിട്ടാണ് ചെയ്തതെന്ന് നോക്കി. ഇയാൾ അന്ന് അയാൾക്കൊരു ഉറപ്പ് കൊടുത്തു, നീ ഇത് ആയിട്ട് മുന്നോട്ട് പോവുക, പാർട്ടിയിലെ ഒരു ഘടകങ്ങളും വേറെ പ്രശ്നം ഉണ്ടാക്കത്തില്ല, അത് ഞാൻ നോക്കിക്കോളാം. അന്നേരം ബാക്കിയുള്ളവരെ ഇവർ ന്യൂട്രലൈസ് ആക്കി ആവശ്യമില്ലാതെ കയറി അനാവശ്യ കമൻറ്റുകൾ പറയുകയോ ഇടുകയോ ചെയ്താൽ പണി തരുമെന്ന് ശക്തമായ നേതാക്കന്മാർക്ക് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ അവരെ ന്യൂട്രലൈസ് ചെയ്തു. അങ്ങനെ ഒരു സിസ്റ്റത്തിൻ്റെ മൊത്തത്തിൽ ഒരു ഹൈക്കമാൻഡിൻ്റെ എന്ന് പറയുന്ന ഈ പറയുന്ന പാർട്ടിയെ ഹൈജാക്ക് ചെയ്തേക്കുന്ന ഈ കോവാലൻ്റെ ഒറ്റ ബലത്തിലാണ് സതീശൻ ഇത്രയും കയറി ഫ്രണ്ടിൽ ഇറങ്ങി ഇത്രയും കളി ഇദ്ദേഹം കളിച്ചത്. ഇന്നലെ വന്ന് അദ്ദേഹം ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് അഭിനയിച്ചുവെങ്കിലും അവൻ്റെ മുണ്ടും തന്നെയും നമുക്ക് കാണാം. കാരണം ആ ബോഡി ലാംഗ്വേജ് മാറി ആകെ കീറി പറഞ്ഞു പോയി. നാട്ടുകാർ മൊത്തം പണി മൊത്തം ഇവനിട്ട് കിട്ടുമെന്ന് മനസ്സിലായിട്ട് പോലും ഒരു ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഇയാളുടെ ആക്ഷൻ കാണുമ്പോൾ ആളുകളെല്ലാം ചിരിയും ട്രോളുമാണ്. ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് ഭാവിച്ചുവെങ്കിൽ പോലും ഇയാളാകെ കീറി പറഞ്ഞു നിൽക്കുക. കാരണം ഇതിൻ്റെ അടി മൊത്തം ആത്യന്തികമായിട്ട് കിട്ടുന്നതും നാശം ഉണ്ടാകാൻ പോകുന്നതും വേറെ ആർക്കുമല്ല, സതീശനാണ്. അന്നേരം സതീശനെ സംബന്ധിച്ചിടത്തോളം ഇവർക്കും ആവശ്യം സ്വാഭാവികമായിട്ടും ഒരു പ്രതിപക്ഷ നേതാവ് നിലയ്ക്ക് മുൻനിരയിൽ നിന്ന് നന്നായിട്ട് പെർഫോം ചെയ്ത് അടുത്ത പ്രാവശ്യവും ഇത് ഭരണം കിട്ടുമായിരുന്നെങ്കിൽ ഇയാൾ ആദ്യമേ ക്ലെയിം ഉന്നയിച്ചേനെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി. അന്നേരം ഇയാളിപ്പം ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ഔട്ടായി. മണ്ഡലത്തിൽ നിന്ന് ചിലപ്പം ജയിച്ചു കയറാൻ പോലും സാധ്യതയില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഒരു ഒത്തുതീർപ്പ് സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് അങ്ങനെയാണെങ്കിൽ തമ്മിലടിക്കുകയൊന്നും വേണ്ട. ഇവിടെ ഒന്നും കിടന്ന് അടിപിടി കൂടാത്ത ഒരാൾ ഒരു നേതൃത്വം വരട്ടെ എന്ന് പറഞ്ഞ് ഇവിടെ അന്നേരം നമ്മുടെ ആലപ്പുഴ കോവാലൻ കളത്തിലിറങ്ങും. ഇയാളുടെ തുടക്കം മുതലുള്ള പദ്ധതിയായിരുന്നു. അന്നേരം ഇത് ഇപ്പം നമ്മുടെ കേക്കച്ചനോട് ഇട്ട ഒരു ഇരയായിരുന്നു. ഒരു പിടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞ പോലെ ആ ഒരു രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ ഒരു വ്യക്തി മാത്രമല്ല, ഷാഫി അടക്കമുള്ള ഒരു വലിയൊരു യുവ നേതൃത്വത്തെ ഒരു ഗ്രൂപ്പിനെ അതിലൂടെ ഒതുക്കാൻ പറ്റി. സതീശൻ എന്ന് പറയുന്ന ഇവരുടെ മുന്നിൽ നിന്ന് ചാടി നിന്നവരെയും വെട്ടി. അന്നേരം ഇതിൻ്റെ ഞെട്ടലിൽ ചെന്നിത്തല ഇരിക്കുക. ചെന്നിത്തല അതിനകത്ത് കൂടുതൽ കയറി കൊത്താനായിട്ട് വരത്തില്ല. ഇതോടൊപ്പം തന്നെ ചെന്നിത്തലയ്ക്ക് രണ്ടാം സ്ഥാനത്തെ അടി കിട്ടിയേക്കുന്നത് ചെന്നിത്തലയ്ക്കാണ്. ചെന്നിത്തല ഇതിനകത്തൊരു ക്രൂഷ്യൽ റോള് കളിച്ച ആളാണെന്ന് മനസ്സിലായതുകൊണ്ട് ജനങ്ങൾ ഇവനെയും തോൽപ്പിക്കും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും ഈ ആലപ്പുഴ കോവാലൻ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത്, വർഷങ്ങളായിട്ട് എന്ത് പദ്ധതിയാണോ അയാൾ പ്ലാൻ ചെയ്തു വന്നത്, എക്സാക്ട്ലി
ആ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് അവർ കരുതുന്നു. ഓക്കെ. അപ്പം അതുപോലെ എന്താണെങ്കിലും കാള പറ്റുമെന്ന് കേട്ടപ്പോൾ തന്നെ കുട്ടിണിക്കർ സോപ്പ് മേടിക്കാൻ വേണ്ടി പോയ ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ. അതെ. അപ്പം ഇനിയിപ്പോൾ ഈ കോൺഗ്രസ് പാർട്ടിക്ക് രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും ഒരു മാർഗം നിർദ്ദേശിക്കാനുണ്ടോ? ഇപ്പം ഈ പറഞ്ഞ പോലെ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അത് ഇവർ വിചാരിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. ഒന്ന്, ആദ്യമേ നമുക്ക് സതീശൻ്റെ കാര്യം പറയാം. സതീശനെ സംബന്ധിച്ചിടത്തോളം 2001 മുതൽ 2025 വരെ 5 കൊല്ലം ആ സെയിം പറവൂർ നിയോജക മണ്ഡലത്തിൽ തന്നെ ഇയാൾ ജയിച്ച് കയറി. അന്നേരം നമുക്കറിയാം, അന്നേരം ഇയാൾ പറഞ്ഞത് 5 തവണ തുടർച്ചയായിട്ട് ഒരാളവിടെ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ അത് ജനസമ്മതിയുടെ അങ്ങ് പരമകോടിയിൽ നിൽക്കുന്ന ഭയങ്കര ജനസമ്മതനാണ് എന്നൊക്കെയാണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്. പക്ഷേ നമ്മൾ ഇൻഡെപ്ത് സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, ഇവൻ എത്രത്തോളം കണ്ണിങ്ങും ഷൂഡുമായിരുന്നു എന്ന്. കാരണം അത് CPIയുടെ ഒരു മണ്ഡലമാണ്, സീറ്റാണ്. അന്നേരം CPIയെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടും ഏറ്റവും മൊണ്ണയായ, ഇതുവരെ ഒരു മനുഷ്യൻ പോലും കേൾക്കാത്ത ഗുഡ് ഫോർ നത്തിങ് ആയിട്ടുള്ള നേതാക്കന്മാരെയാണ് ഇത്രയും കാലം കഴിഞ്ഞ് ഈ 5 കൊല്ലത്തെ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഇവൻ പണം എറിഞ്ഞ് ഏറ്റവും മോഴകളായിട്ടുള്ള ഒരു മനുഷ്യൻ അറിയാൻ വയ്യാത്ത ആളുകളെ കൊണ്ട് എതിർ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നു. അങ്ങനെയാണ് ഇയാൾക്ക് ഏതാണ്ട് ഒരു 20,000-21,000 വോട്ടിൻ്റെ മാർജിനിലാണ് ഇയാൾ വിജയിച്ച് കയറി വന്നിരിക്കുന്നത്. അതിനർത്ഥം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദുർബലനായ, തമ്മിൽ ഭേദം തൊമ്മി എന്ന് പറഞ്ഞ ഒരു തിയറിയിലേക്ക് ജനങ്ങളെത്തും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരു 20,000-21,000 വോട്ടിലേക്കാണ് ഇയാളുടെ ഒരു വിജയ പാറ്റേൺ നമ്മളൊന്ന് അസസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ 2011 നമ്മുടെ പന്ന്യൻ രവീന്ദ്രനെ, CPI സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രനെ അവിടെ നിർത്തിയപ്പോൾ ഏതാണ്ട് അദ്ദേഹം പരാജയപ്പെട്ടത് ഏതാണ്ട് ഒരു 11,000-അടുത്ത വോട്ടുകൾക്കാണ്. അതായത് 21,000-22,000 വോട്ടുകളിൽ നിന്ന് ഡ്രാസ്റ്റിക്കായിട്ട് പന്ന്യനെ പോലുള്ള ഒരു നേതാവ് അവിടെ വന്നപ്പോൾ ഒരു 11,000-ലേക്ക് ഇദ്ദേഹത്തിൻ്റെ വോട്ട് നില കുറഞ്ഞു. അതുപോലെ നല്ല ഒരു സ്ഥാനാർത്ഥി ഇടതുപക്ഷം, ഇപ്പോൾ CPM തന്നെ ആ സീറ്റ് എടുത്ത് ഏറ്റവും പ്രബലനായ ഒരു നേതാവിനെ അവിടെ നിർത്തുമായിരുന്നുവെങ്കിൽ അവർ ഈസിയായിട്ട് ജയിച്ചേനെ. അതുപോലെ തന്നെ BJPയും അവരുടെ ചുക്കിനും ചുള്ളാമ്പിനും കൊള്ളാത്ത, ആരും അറിയാത്ത, ഒരു മനുഷ്യന് പോലും അറിയാത്ത നേതാക്കന്മാരെ അവിടെ കൊണ്ട് നേർച്ച കോഴിയായിട്ട് ഇട്ട് കൊടുക്കുന്നു. ആർക്ക്? എന്തിനു വേണ്ടി? സതീശന് ജയിക്കാൻ വേണ്ടി. അന്നേരം ഇങ്ങനെ ഈ 2 പാർട്ടിക്കും ഒന്നിൽ ഇയാൾ കോടികൾ മറിച്ച് ഇതുപോലെ ഗുഡ് ഫോർ നത്തിങ് കാൻഡിഡേറ്റ്സിനെ ഇട്ട് ഇയാൾക്ക് ജയിക്കാനുള്ള അവസരം ഉണ്ടാക്കിയിട്ടാണ് ഇയാൾ കയറി വന്നത്. ഈ കഴിഞ്ഞ തവണയും BJPക്കാണെങ്കിലും CPM-നാണെങ്കിലും ഇയാളെ തീർക്കാൻ സാധിക്കുമായിരുന്നു നല്ല കാൻഡിഡേറ്റിനെ ഇട്ടാൽ. അന്നേരം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടുന്നത് ഇടതുപക്ഷത്തിൻ്റെ ആവശ്യമാണ് ഇവൻ ജയിച്ച് കയറി വരിക എന്നുള്ളത്. അന്നേരം അതുകൊണ്ട് ഇത്തവണയും ഈ പണി തന്നെ ഈ BJPയും അതുപോലെ തന്നെ LDFും നടത്തുവാൻ ശ്രമിക്കും. ഏറ്റവും ദുർബലനായ കാൻഡിഡേറ്റിനെ ഇട്ടുകൊടുത്ത് സതീശനെ വീണ്ടും ഇവർക്ക് പ്രിയങ്കരനായി പ്രതിപക്ഷ നേതാവാക്കാൻ വേണ്ടി, ജയിപ്പിക്കുവാൻ വേണ്ടി ഇവന്മാർ കൊണ്ടുവരാനുള്ള കളികളാണ് അണിയറയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ സീറ്റ് കച്ചവടം പോലും കോടികൾ മുടക്കി സീറ്റ് കച്ചവടം പോലും നടന്നു കഴിഞ്ഞു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അന്നേരം ജനങ്ങൾ ജാഗ്രതയും, ഈ കുഴിപ്പുളവൻ, ഈ കള്ളൻ ഇത്രയും ഒരു മാച്ച് ഫിക്സിങ്, ഗെയിം ഫിക്സിങ് നടത്തിയാണ് ഇതുവരെ ജയിച്ചു വന്നേക്കുന്നത്. ഇതും ആവർത്തിക്കാൻ സാധ്യത. അതുപോലെ കോൺഗ്രസ്സിന് ജയിച്ചു വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വരുന്ന ഡാമേജിൽ നിന്നും റിക്കവർ ചെയ്യാൻ ഇനിയും വൈകിട്ടില്ല. ഒരു ക്യാൻസർ എന്ന് പറയുന്ന ഒരു 3rd സ്റ്റേജിലാണ് നിൽക്കുന്നത്. അടുത്തൊരു ഘട്ടത്തിലേക്കൂടെ പോയി കഴിഞ്ഞാൽ ഇവന്മാരെ ഒരു തരത്തിലും ഒരു ആംബ്യൂട്ടേഷൻ നടത്തി പോലും ജയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും. അന്നേരം ഇതിനകത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, ഇനിയും കോൺഗ്രസ് പ്രസ്ഥാനത്തിന് രക്ഷപ്പെടാനുള്ള മാർഗം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ പറഞ്ഞ പോലെ ഒരു ആംബ്യൂട്ടേഷൻ, VD സതീശൻ എന്ന് പറയുന്ന ഈ ക്യാൻസറിനെ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഈ ക്യാൻസറിനെ, വേണുഗോപാൽ എന്ന് പറയുന്ന ക്യാൻസറിനെ, ഈ 3 ലങ്സിനും അതിൻ്റെ ഏറ്റവും വൈറ്റൽ ഓർഗൻസിൽ ബാധിച്ചേക്കുന്ന ഈ 3 പാർട്ടിനെയും മെഴ്സലെസ്ലി ആംബ്യൂട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ഈ യുവനിരയെ മുന്നിൽ നിർത്തി പുനഃസംഘടിപ്പിച്ച് അവരെ ഒരു ബാറ്റിൽ ഫിറ്റഡാക്കി ഒരു തെരഞ്ഞെടുപ്പ് നേരിടാൻ പറ്റാവുന്ന അവസ്ഥയിലേക്ക്. അതിന് മുമ്പായിട്ട് ചെയ്യേണ്ടത് ഒന്ന്, ഈ 3 എലമെൻറ്റിനെ പ്രധാനപ്പെട്ട പൊസിഷനുകളിൽ നിന്ന് ഇല്ലാതാക്കുക. അതിലെല്ലാം ഉപരി ആദ്യമേ ചെയ്യേണ്ടുന്നത് എത്രയും പെട്ടെന്ന്, ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കുക. രാഹുൽ മാങ്കൂട്ടത്തെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവർക്ക്, ഇപ്പോൾ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാർക്ക് വന്നു പറയുവാൻ ന്യായീകരണമുണ്ട്. അവർക്ക് കൃത്യമായ ന്യായീകരണമുണ്ട്. ഇപ്പോൾ ആരോപണങ്ങൾ വന്നപ്പോൾ തന്നെ ഇത് അവൻ്റെ പോരായ്മയോ മണ്ടത്തരവോ ആണെന്ന് അവർ അക്സെപ്റ്റ് ചെയ്യേണ്ട, അവർക്ക് അതിനെ വേറൊരു രീതിയിൽ പ്രസൻറ്റ് ചെയ്യാം.
ഇതുപോലൊരു ആരോപണം വന്നപ്പോൾ തന്നെ കണ്ടോ, നിങ്ങൾ വേറൊരു പാർട്ടിയും ഇടതുപക്ഷമോ BJPയോ പോലും ചെയ്യാത്ത കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തു. ഒരു ആരോപണം വന്ന ഉടൻ തന്നെ ഞങ്ങൾ മറ്റൊന്നും ആലോചിക്കാതെ തന്നെ ഞങ്ങളുടെ ഏറ്റവും മിടുക്കനായ നേതാവിനെ എടുത്ത് വെളിയിൽ വെച്ചു. നിങ്ങൾക്ക് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? നിങ്ങൾക്ക് പറ്റത്തില്ല, ഞങ്ങൾ വെളിയിൽ വെച്ചു. ഇപ്പോൾ ഇതാ 2 ആഴ്ച കഴിഞ്ഞിരിക്കുന്നു. നാളിതുവരെയായിട്ട് ഒരു പരാതിയില്ല, കഴമ്പുള്ള ഒരു FIR ഇല്ല, മറ്റൊന്നുമില്ല. നിങ്ങൾക്ക് ഇനിയും പരാതി ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുകയോ നിങ്ങൾ കൊടുക്കട്ടെ, കോടതി തീരുമാനിക്കട്ടെ. പക്ഷേ ഇത് ഞങ്ങളുടെ ഉമ്മൻചാണ്ടിയെ തീർത്ത പോലെ ഏറ്റവും വലിയൊരു ഒരു ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു പാർട്ടിയാണിത്. അന്നേരം ഇതുപോലുള്ള ഇങ്ങനെയുള്ള എലമെൻറ്റുകളെ ഇറക്കി ഭരണം നഷ്ടപ്പെടുത്തിയ ചരിത്രം നിങ്ങൾക്കറിയാം. അത് ഞങ്ങൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ഇത് കോൺഗ്രസ് പാർട്ടിക്കെതിരെയുള്ള ഒരു സംഘടിത ആക്രമണമായിരുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന ഞങ്ങളുടെ യുവനേതാവിനെ ഞങ്ങൾ തിരിച്ചെടുക്കുകയാണ്. അപ്പനും മകനെ ശിക്ഷിക്കാം. അതുപോലെ ഒരു പിതൃവാത്സല്യത്തോടെ അല്ലെങ്കിൽ ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന് നടത്തിയ ഒരു കോർപ്പറൽ പണിഷ്മെൻ്റാണ്. ഞങ്ങളത് തിരുത്തുന്നു, അദ്ദേഹത്തെ തിരിച്ചെടുത്തുന്നു, അദ്ദേഹത്തിനെ തിരിച്ചെടുത്ത എല്ലാ പദവികളും നടത്തുന്നു. അത് മാത്രമല്ല, ഞങ്ങളിതാ സുപ്രധാനമായ ഒരു ചുമതലയും കൂടെ കൊടുക്കുകയാണ് എന്ന് കുറിച്ച് ചേർത്ത് നിർത്തിയാൽ കോൺഗ്രസിന് ഇതുവരെ ഉണ്ടായ ഈ ഡാമേജ് എല്ലാം മാറും. ജനങ്ങളുടെ സകല പ്രശ്നങ്ങളും അവർ മറക്കും. അവർ വീണ്ടും ശക്തമായി ആ കോൺഗ്രസ് വിചാരത്തോടെ ഇതാടാ കോൺഗ്രസ്, കണ്ടോ ഞങ്ങൾ നടപടിയെടുക്കും, ശിക്ഷിക്കും, പക്ഷേ തെറ്റാണെന്ന് കണ്ടാൽ ഞങ്ങളിതാ ചേർത്ത് നിർത്തും, ഇതാടാ കോൺഗ്രസ് എന്ന് പറഞ്ഞ് ഈ ആളുകളെല്ലാം ഇവരെ വട്ടം പിടിക്കും. അതേസമയം സതീശൻ കാണിക്കുന്ന ഈ നാറിത്തരം, ഞാൻ പിടിച്ച മുയലിന് 7 കൊമ്പ് എന്നും പറഞ്ഞ് നിൽക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ പ്രസ്ഥാനം ഇവിടെ എന്നിട്ട് പറയുകയാണ് എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ വനവാസത്തിന് പോവാന്ന്. മണ്ടത്തരം കാണിച്ച് ഒരു പാർട്ടിയെ, ഒരു ജനതയുടെ പ്രതീക്ഷ മൊത്തം നകർത്തിട്ട് നീ വനവാസത്തിന് പോയ കൊണ്ട് എന്ത് നേട്ടം? അത് വനവാസമല്ല, അതൊരു എസ്കേപ്പിസമാണ്. കാരണം കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് പ്രതിപക്ഷ സ്ഥാനത്തിരുന്ന് എല്ലാ കള്ളക്കമ്മട്ടങ്ങളുടെയും കമ്മീഷൻ മേടിച്ചുകൊണ്ട് UK-യിലോ ഓസ്ട്രേലിയയിലോ കാനഡയിലോ അവൻ കുടുംബസമേതം അവൻ പോയി രക്ഷപ്പെടും. ഈ പാർട്ടി പ്രവർത്തകരും എന്ത് ചെയ്യും? അന്നേരം അതുകൊണ്ട് അങ്ങനെയുള്ള ഊള ന്യായങ്ങൾ സതീശ പറഞ്ഞാലൊന്നും ജനങ്ങൾ ഇവിടെ എടുക്കത്തില്ല. അതുകൊണ്ട് ചെയ്യേണ്ടുന്നത് തെറ്റ് സംഭവിച്ചെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്ന് മനസ്സിലാക്കി അത് തിരുത്തുവാൻ ശ്രമിക്കുക. രാഹുൽ മാങ്കൂട്ടത്തെ എത്രയും വേഗം തിരിച്ചെടുക്കുക. വരുന്ന 15-ാം തീയതി നിയമസഭാ സമ്മേളനം കൂടുമ്പോൾ അദ്ദേഹത്തിന് നിയമസഭയിൽ തല ഉയർത്തി നിന്ന് സംസാരിക്കാനുള്ള ഒരു അവസരം നിങ്ങളായിട്ടുണ്ടാക്കി കൊടുക്കുക. അതിനു മുമ്പായിട്ട് നിങ്ങളെടുത്ത ഈ നടപടി പിൻവലിക്കുക. എന്നിട്ട് പറയുക, ഞങ്ങൾ അവനെ നിയമസഭയിൽ എത്തിക്കും, എതിർക്കാൻ പറ്റുന്നതുകൊണ്ട് എതിർക്കട എന്ന് പറഞ്ഞ് നിങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ അതിൽ പരം ഒരു സന്ദേശം നൽകുവാനില്ല. ഇതുവരെ ഉണ്ടായ സകല ഡാമേജും പ്രതിസന്ധികളും നിങ്ങളുടെ മാറിക്കിട്ടും. അതല്ല, മറിച്ച് നിങ്ങളുടെ ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന ലക്ഷ്യത്തോടെയാണ് പോകുന്നതെങ്കിൽ നിങ്ങളെ ജനങ്ങൾ വെറുതെ വിടില്ല. ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ, ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കെട്ടിവെച്ച കാശ് കിട്ടാതെ നിങ്ങളുടെ സകല സ്ഥാനാർത്ഥികളെയും ജനങ്ങൾ തോൽപ്പിക്കും. ആ ഒരു ലക്ഷ്യത്തിനു വേണ്ടി വേദനയോടെയാണെങ്കിലും ഞങ്ങളും മുന്നിലുണ്ടാവും നിങ്ങളുടെ നാശത്തിനായി. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇതിൻ്റെ പിന്നിൽ ചരട് വലിച്ച ഓരോ നേതാക്കന്മാരുടെയും തല താഴ്ത്തുന്നതിനായി, നീങ്ങൊന്നും കെട്ടിവെച്ച കാശ് കിട്ടാതെ തോൽക്കുന്നത് കാണാനായി ആ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഫലപ്രഖ്യാപന ദിവസം വരെയും ഞങ്ങൾ ഉണർന്നു പ്രവർത്തിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.